യജ്ഞേന കൽപ്പതാ. നാൽപ്പത്തിയൊന്നാമത് അഖില ഭാരത ഭാഗവത സത്രവേദിയിൽ ആഗതരായിരിക്കുന്ന ഭാഗവതോത്തമന്മാരെ, ആത്മസ്വരൂപികളെ, ഏവർക്കും ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും സ്നേഹം നിറഞ്ഞ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധത്തിലെ ഋഷഭ ചരിതമാണ് നാം ശ്രവണം ചെയ്യാൻ പോകുന്നത്. ഋഷഭ അവതാരത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യ ജന്മം ലഭിച്ച ഏതൊരാളും എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് എന്നുള്ള മഹത്തായ പാഠം ശ്രവണം ചെയ്യാൻ ലഭിക്കുന്ന അത്യുത്തമമായ ഒരു സന്ദർഭം കൂടിയാണ് ഇത്. ഋഷഭദേവൻ നാഭി മഹാരാജാവിനും മേരു ദേവിക്കും ഈശ്വര പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച ഭഗവാന്റെ തന്നെ അവതാരമാണ്. അങ്ങനെയുള്ള ഋഷഭൻ എങ്ങനെ എന്തിന് അവതാരം ചെയ്തു? ഒരു ബ്രഹ്മചാരി, ഒരു സത്യസാക്ഷാത്കൃതൻ, മനുഷ്യ ശരീരം ലഭിച്ച ഒരു വ്യക്തി എങ്ങനെ തൻ്റെ ഓരോ ആശ്രമചര്യയിലൂടെയും കടന്ന് ഋഷിമാരുടെ ജീവിതം എങ്ങനെ ധാർമ്മികമായി നൈഷ്ഠിക ബ്രഹ്മചാരിയായി നയിക്കാം എന്നുള്ള പാഠം വളരെ ഉദാത്തമായി ഉത്കൃഷ്ടമായി കാട്ടിത്തരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഋഷഭദേവൻ അവതരിച്ചത്. സമഭാവന, ശാന്തി, വൈരാഗ്യം, ഐശ്വര്യാദി ഗുണങ്ങൾ ഇവയൊക്കെ ചേർന്നാണ് ഋഷഭദേവൻ അവതരിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും അവതരിക്കുക എന്ന് പറഞ്ഞാൽ കീഴോട്ട് വരിക എന്നാണ് അർത്ഥം. എല്ലാവരും അവതാരമാണ്. അപ്പോൾ ഓരോരുത്തരും അവതരിക്കുമ്പോൾ അവർക്ക് ഓരോരോ ജീവിത ലക്ഷ്യമുണ്ട്. ദേഹ സ്വീകാര്യത്തിനനുസൃതമായ ലക്ഷ്യമുണ്ട്. അപ്പോൾ ഋഷഭദേവൻ എന്തിനാണ് അവതരിച്ചത് എന്ന് നാം ശ്രദ്ധിച്ചു. ഇന്ദ്രിയ ജയം സമ്പാദിച്ച് ദേഹ അഭിമാനം നശിച്ച ഋഷിമാര്, സത്യദർശികൾ എങ്ങനെ ധർമ്മ ആചരണം നിർവഹിക്കും എന്ന് കാട്ടിക്കൊടുക്കാൻ ഋഷഭദേവൻ അവതരിച്ചു. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് അവതരിച്ചത്? എന്തിനാണ് അവതരിച്ചത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഭഗവാൻ അവതരിച്ചു. ആരാണ് ഈ ഋഷഭൻ എന്ന് നമുക്ക് മനസ്സിലായി. നാഭി എന്ന രാജർഷിയുടെയും മേരുദേവിയുടെയും പുത്രനായി ജനിച്ച ഋഷഭൻ ശ്രേഷ്ഠനാണ്. ഋഷഭം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ശ്രേഷ്ഠത്വം. ശ്രേഷ്ഠൻ, തേജസ്, ബലം, അലൗകികമായ യശസ്, ശ്രീ, ഉത്സാഹം, ഉണർവ്, ഉന്മേഷം, വീര്യം, ബലം ഒക്കെ അനുദിനം ആ അഭൗമമായ
ദിവ്യമായ തേജസ്സോടുകൂടി പ്രകടിപ്പിച്ച ഭഗവത് അവതാരം ഋഷഭൻ എന്ന ആ നാമധേയത്തിന് എന്തുകൊണ്ടും അർഹനാണ്. എന്തായാലും ഋഷഭൻ ഇന്ദ്രൻ്റെ പുത്രിയായ ജയന്തിയെ വിവാഹം കഴിച്ച് 100 പുത്രന്മാരുണ്ടായി. ഈ കഥകളൊക്കെ നിങ്ങളുടെ ശൈശവം മുതൽ ഇന്നു വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളാണ്. എല്ലാവർക്കും അറിയാം ആരാണ് ഋഷഭൻ്റെ മൂത്ത പുത്രൻ. ആരാണ്? പറയൂ. ആരാണ്? ഭരതൻ അല്ലേ? ഭരതനാണ് മൂത്തപുത്രൻ. മൂത്തപുത്രനായ ഭരതൻ്റെ ചരിതം നമുക്ക് തുടർന്ന് ഭാഗവതത്തിൽ ശ്രവണം ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ അവസരമുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഭരതനെ തുടർന്ന് 100 പുത്രന്മാരുണ്ട്. 100 പുത്രന്മാർ ആർക്കുണ്ടായി? ഋഷഭനുണ്ടായി. അങ്ങനെയുള്ള 100 പുത്രന്മാരിൽ നവയോഗികളും പെടും. ഈ ഋഷഭൻ എങ്ങനെയാണ് തൻ്റെ ഉപദേശം നിർവഹിച്ചത് എന്നാണ് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, പഠിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്. ഉപദേശം എന്ന് പറയുമ്പോൾ ഉപദിശ്യത്തെ ഇതി ഉപദേശഃ, ദിശദേശനേ എന്നൊരർത്ഥമുണ്ട്. അതായത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ചേർന്ന് പരമമായതിനെ, സത്യമായതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ഋഷഭൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഋഷഭ ഉപദേശം നമുക്ക് ശ്രദ്ധിക്കാം. ഉപദേശ രീതി എങ്ങനെയാണ് എന്നും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഋഷഭചരിതം പറയുന്നത്. സമചിത്തതയോടുകൂടി, എങ്ങനെ? സമചിത്തതയോടുകൂടി, ഉപശാന്തനായി, മിത്രതാഭാവത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി ഉപദേശിക്കണം. എങ്ങനെയാണ് ലക്ഷ്മണ ഉപദേശത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്? വത്സ, സൗമിത്ര അല്ലേ? വത്സ, വാത്സല്യമുള്ളവനെ, സുമിത്രയുടെ പുത്ര, കുമാര, നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞിട്ട് നീ കേൾക്കണം. അവിടെ ഒരു അധികാരം കൂടിയുണ്ട്. ഒരു വാത്സല്യം നിറഞ്ഞവനെ എന്ന് സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. അപ്പോൾ സാധാരണ ഉപദേശം നൽകുന്നവർ മുതിർന്നവരുണ്ട്, അധ്യാപകരുണ്ട് അല്ലേ? മറ്റ് ഗുരുജനങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഇവരൊക്കെ എങ്ങനെ ഉപദേശം നൽകണം എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ട് മാതാപിതാക്കളും ഭരണകർത്താക്കളും ഗുരുജനങ്ങളും ഒക്കെ എങ്ങനെയാണ് ഉപദേശം നൽകേണ്ടത് എന്നും പറയുന്നുണ്ട്. അപ്പം തുടക്കത്തിൽ തന്നെ ഉപദേശം നൽകേണ്ടത് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞു. മാതാപിതാക്കൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് ഉപദേശിക്കുന്നത്? ഇവനൊന്നും പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, അനുസരണ കെട്ടവനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. ഒരിക്കലും ഇങ്ങനെ ഉപദേശം നൽകരുത് എന്നാണ് നാം പഠിക്കേണ്ടത്. എന്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് നമ്മളുടെ ഭാവമെങ്കിലും അത് നമ്മൾ എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം? വളരെ സ്നേഹത്തോടു കൂടി, കാരുണ്യത്തോടു കൂടി നാം ഏതൊന്നാണോ അവരെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഹൃദയംഗമമായിട്ട്, സ്നേഹമസൃണമായിട്ട് അല്ലേ നമ്മൾ ഉദ്ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഏത് വാക്ക് നമ്മളിൽ നിന്ന് നിർഗളിച്ചാലും വാത്സല്യാത് ശ്രോത്ര സുഖാഗിര എന്നാണ് പറയുന്നത്. കേൾക്കാൻ ഇമ്പമുള്ളതും വാത്സല്യം നിറഞ്ഞതും മധുരമുള്ളതുമായ വാക്കുകളെ വേണം നാം പറയേണ്ടത്. അല്ലാതെ കഠോരമായ വാക്കുകൾ, പ്രയോജനശൂന്യമായ വാക്കുകൾ ഒരിക്കലും നമ്മളിൽ നിന്ന് നിർഗളിക്കാൻ ഇടയാകരുതേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന കൂടി തുടക്കത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം എന്ത്? ഇവിടെ ഉപദേശം എങ്ങനെയായിരിക്കണം എന്നും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു.
നമ്മെ ബോധിപ്പിക്കുന്ന ഉപദേശം എങ്ങനെയായിരിക്കണം അതറിയണം. അപ്പം എങ്ങനെയായിരിക്കണം ഉപദേശിക്കേണ്ടത്? മിത്രതയോടുകൂടി. അപ്പം ഇനി ആരോട് എന്തുപദേശിക്കാൻ പോയാലും ഇതാരും വിസ്മരിക്കരുത്. വിസ്മരിക്കുമോ? അല്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ അവൻ കേൾക്കില്ല. ആര് പറഞ്ഞു? ഇത് നമ്മൾ തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്ന ഒരാശയമാണ്, നമ്മൾ തെറ്റായി ഗ്രഹിച്ചിരിക്കുന്ന ഒന്നാണ്. ഇനി എന്തും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിലും അവർക്ക് ആ അറിവ്, നമ്മളുടെ ഉള്ളിലുള്ള മഹത്തായ അറിവ് പകർന്നു കൊടുക്കണമെങ്കിലും നമ്മൾ ശാന്തരായി സമചിത്തതയോടുകൂടി ആ പ്രകർഷേണ ഉള്ള ജ്ഞാനത്തെ ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് നിറച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഉപദേശത്തിൻ്റെ അർത്ഥം. ഇനിയും ഈ പഞ്ചമസ്കന്ധം 5-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ ധർമ്മ മോക്ഷ മാർഗങ്ങളാണ് പുത്രന്മാരോട് ഉപദേശിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ഉദ്ദേശ്യം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ ഭാഗവത സത്രവേദിയിൽ വന്നിരുന്ന് കേൾക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് 1-ാമത്തെ ശ്ലോകം ഋഷഭദേവൻ പറയുന്നത്. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകാ യേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. എത്ര ഗംഭീരമായിട്ടാണ് പറയുന്നതെന്നറിയോ? നായം ദേഹോ ദേഹഭാജാം ത്രിലോഹേ, എന്നിട്ടോ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ. വിഡ്ഭുജാം എന്ന് പറഞ്ഞാൽ കൃമികീടങ്ങൾ. കൃമികീടങ്ങളെ പോലെ കഷ്ടങ്ങളെ തരുന്ന, ദുഃഖങ്ങളെ തരുന്ന ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നത്. കേട്ടുവോ? എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടുവോ? കാതുകൊണ്ടാണോ കേട്ടത്? മസ്തിഷ്കം കൊണ്ടാണോ കേട്ടത്? ഹൃദയം കൊണ്ടാണോ കേട്ടത്? നമ്മളുടെ ശ്രേഷ്ഠമായ ഈ മനുഷ്യ ജന്മം കൃമികീടങ്ങളെപ്പോലെ ഇന്ദ്രിയദ്വാര സുഖഭോഗങ്ങൾ അനുഷ്ഠിച്ച്, സുഖഭോഗങ്ങൾ ഭുജിച്ച് നഷ്ടപ്പെടുത്താനുള്ളതല്ല. അതിനുള്ളത് അല്ല. പുത്രകാ, പുത്രന്മാരെ, ഇത്ര സ്നേഹത്തോട് വിളിക്കുക. തപോ ദിവ്യം, ദിവ്യമായ തപസ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. തപസ് എന്ന് പറഞ്ഞാൽ മനസ്സശ്ച ഇന്ദ്രിയാണാംശ ഐകാഗ്ര്യം ഹി പരമം തപ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരമമായ അനന്താനന്ദ സ്വരൂപമായ ആത്മാവിൽ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഈ ജീവിതം. ക്ഷണികങ്ങളായ, നിസാരങ്ങളായ, പ്രയോജനശൂന്യങ്ങളായ വിഷയഭോഗങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാൻ ഉള്ളത് അല്ല. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ധന്യാത്മാക്കളാണ്. അതുകൊണ്ട് ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കി എന്ന് തോന്നുന്നു. മനുഷ്യ ജന്മം ലഭിച്ചാൽ ഒരു നിമിഷം പോലും നാം വ്യർത്ഥമായി കളയരുത്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ഞാനെന്ന ജീവാഹന്തയാണ്. ഞാനാണ് ഇതൊക്കെ നടത്തുന്നത്, ഞാൻ കേവലം ഈ മാംസപിണ്ഡം ആണ് എന്നൊക്കെ തെറ്റായി ധരിച്ചുകൊണ്ട് നാം ഇന്ദ്രിയ സുഖ ഭോഗങ്ങളിൽ ബദ്ധരായി ശ്രേഷ്ഠമായി ഈ മനുഷ്യ ജന്മത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിവിടെ എങ്ങും അവസാനിക്കില്ല. കൃമികീടമെന്ന് പറഞ്ഞപ്പോൾ മഹാഭാരതത്തിലെ കീടോപാഖ്യാനം ഒന്ന് ഓർമ്മ വന്നുപോയി. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് സന്ധ്യാവേളയിൽ വ്യാസമഹർഷി വേഷപ്രച്ഛന്നനായി യുദ്ധഭൂമിയിൽ കൂടി ഒന്ന് നടക്കാനിടയായി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യാസമഹർഷി കണ്ടു ഒരു കീടം വളരെ വേഗത്തിൽ ഇഴഞ്ഞു പോകുന്നു. അങ്ങനെ ഇഴഞ്ഞു പോകുന്ന കീടത്തിനോട് വ്യാസമഹർഷി ചോദിച്ചു, എന്തേ നീ ഇത്ര ധൃതിയിൽ ഇഴഞ്ഞു നീങ്ങുന്നു? ഉടനെ കീടം പറഞ്ഞു, ത്രികാലജ്ഞാനിയായ മഹാമുനെ, അങ്ങയ്ക്ക് എൻ്റെ കാര്യം അറിയില്ലയോ? ഉടനെ വ്യാസൻ ചോദിച്ചു, വേഷപ്രച്ഛന്നനായി വന്നിട്ടും നീ എന്നെ തിരിച്ചറിഞ്ഞുവോ? ഇതെന്ത് കൊള്ളാമല്ലോ. ഉടനെ പറഞ്ഞു, അതെ, അങ്ങിങ്ങനെ എൻ്റെ അടുത്ത്, ഞാൻ ചുരുക്കി പറയുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല, അങ്ങിങ്ങനെ എൻ്റെ അടുത്ത് കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ട് നിന്നാൽ എനിക്ക് അങ്ങേ ഭാഗത്ത് നിന്നും ഒരു രഥം ഉരുണ്ടു വരുന്നതിൻ്റെ ശബ്ദം അറിയാൻ കഴിയുന്നുണ്ട്. ആ രഥത്തിൻ്റെ ചക്രം എൻ്റെ അടുത്ത് എത്തിയാൽ അതെൻ്റെ മുകളിൽ കയറും, എൻ്റെ അവസാനവുമായിരിക്കും. അങ്ങേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എൻ്റെ ഭാര്യയ്ക്കാണ് ഭർത്താവില്ലാതാകുന്നത്, എൻ്റെ മക്കൾക്കാണ് പിതാവില്ലാതാകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് വ്യാസമഹർഷിയുടെ അടുത്ത് ആ കീടം സംസാരിച്ചു. ഉടനെ തന്നെ രഥം ഉരുണ്ടു വരികയും ചക്രം കീടത്തിൻ്റെ പുറത്ത് കയറുകയും കീടം മരിക്കുകയും ചെയ്തു. ആരെങ്കിലും അയ്യോ എന്നൊക്കെ, അതോ അയ്യോ കഷ്ടം. അതെ, അങ്ങനെ കീടത്തിൻ്റെ അന്ത്യമായി. പക്ഷേ കീടത്തിൻ്റെ ആത്മാവ് പുറത്തു വന്നു. വീണ്ടും വ്യാസമഹർഷിയോട് സംവദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആത്മാവ് പുറത്തു വന്ന് പറഞ്ഞു, അല്ലയോ വ്യാസമഹർഷേ, ഇനിയും എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തരരുത്. ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ആ കീടത്തിൻ്റെ ശരീരത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ നല്ലതാണെന്നും അത് സുഖമാണെന്നും അത് ശാശ്വതമാണെന്നും അതാണ് എൻ്റെ ജന്മലക്ഷ്യമെന്ന് ഞാൻ ധരിച്ചു. മഹാമുനെ, ഇനിയും എന്നെ ഈ നികൃഷ്ടങ്ങളായ ജന്മങ്ങളിലേക്ക് തള്ളിവിടാതെ എനിക്ക് മുക്തി തരൂ. ആഹാ, കൊള്ളാമല്ലോ, നിനക്കിതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്കൊരു കീടത്തിൻ്റെ ജന്മം വരാൻ കാരണം, എനിക്ക് മനുഷ്യജന്മം ലഭിച്ചപ്പോൾ ഞാൻ പലിശ കൊടുത്താണ് ജീവിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കീടമായത്. ആലോചിച്ച് നോക്കൂ, ഈ പലിശയെപ്പറ്റി മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് പറയുന്നത്, മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും പുറത്ത് കാണില്ല, പുറത്തുള്ളതെല്ലാം മഹാഭാരതത്തിലും ഉണ്ട്. അപ്പോൾ പലിശ വാങ്ങിച്ച് ജീവിച്ചത് കൊണ്ടൊരു കീടമായി പിറന്നു. പക്ഷേ അന്ത്യകാലത്ത് അമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷാദി കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഇത് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഇനിയും എനിക്ക് ഒരു കാരണവശാലും ഒരു ജന്മം തരരുത്. തുടർന്ന് വ്യാസൻ പറയുന്നുണ്ട്, നടക്കില്ല, നിനക്കിനിയും കർമ്മ ഫല ഭോഗം ബാക്കി കിടപ്പുണ്ട്. നീ ഒരു ക്ഷത്രിയനായി ജനിക്കും, വീണ്ടും ഒരു ബ്രാഹ്മണനായി ജനിക്കും. അന്ന് നമ്മൾ ഗംഗയുടെ തീരത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഓഹോ, അങ്ങനെയോ? അത്ര കാലം നമ്മളിങ്ങനെ ജനിച്ചു മരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? അത് നീയല്ലേ? ഞാൻ മരിച്ച് ജനിച്ച് നടക്കുന്ന ഒരാളല്ല, ചിരഞ്ജീവിയാണ്. അന്ന് നിനക്ക് മുക്തി തരാം. ചുരുക്കി പറഞ്ഞതാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു കീടത്തിനും എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മുതൽ ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഇത്രമാത്രം ഭാവങ്ങളോട് കൂടി വിഷയബദ്ധരായി ജീവിക്കുകയാണ് എങ്കിൽ ജീവിതം വ്യർത്ഥമാണ്. എൻ്റെ കുഞ്ഞെ, ഇതിനുള്ളതല്ല നിൻ്റെ ജീവിതം. അല്പം പോലും നിനക്ക് ഈ ജന്മം നഷ്ടമാക്കാൻ കഴിയില്ല. ഈ മനുഷ്യ ജന്മം ദിവ്യമായ തപസ്സനുഷ്ഠിക്കുന്നതിനുള്ളതാണ്. നീ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം കാണുന്ന രീതിയിൽ അല്ല. നീ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗം നീ കാണുന്ന രീതിയിൽ അല്ല. നിന്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അനുസരിച്ച് നീ കാണുന്നു, അതിനനുസരിച്ച് പഞ്ചേന്ദ്രിയ ദ്വാര നീ അറിയുന്നു, ആ അറിവിനനുസരിച്ച് നീ ഈ ലോകം സത്യമെന്ന് ധരിക്കുന്നു. മറ്റ്
പ്രാണിവർഗങ്ങൾക്കും ഇന്ദ്രിയങ്ങളുണ്ട്. അവരുടെ അനുഭവമാണോ ശരി, നിന്റെ അനുഭവമാണോ ശരി? പശുവിനും കണ്ണില്ലേ, പശുവിനും കാതില്ലേ, അവരുടെ അനുഭവമാണോ നിന്റെ അനുഭവമാണോ ശരി? നീ ഇവിടെ ആരാണ്? നീ ഇവിടെ ആരാണ്? എന്തിനു വന്നു? എവിടെ നിന്ന് വന്നു? മരണശേഷം എവിടേക്ക് പോകും അറിയുമോ? ഹേ പുത്രകാ തപോദിവ്യം, നീ ദിവ്യമായ തപസ്സനുഷ്ഠിച്ച് നിന്റെ അന്തഃകരണത്തെ ശുദ്ധമാക്കി തീർക്കൂ. നീ കർമ്മ അനുഷ്ഠാനത്തിലൂടെ നിന്റെ അന്തഃകരണത്തെ ശുദ്ധമാക്കി തീർക്കൂ. നിനക്ക് ഈ മലിനവാസനകളും പേറി എത്രയോ കാലമായി നിന്റെ ജന്മം നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം. ജനന മരണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളിതൊക്കെ കാണാതെ പഠിപ്പിക്കും. സ്വയം ഉള്ളിലേക്ക്, പ്രാണനിലേക്ക് ഇത് സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ? പ്രാണന്റെ ആഴത്തിൽ ഈ സത്യത്തെ ഗ്രഹിച്ച് നമ്മളുടെ ഹൃദയത്തെ വിമലീകരിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ ശ്രേഷ്ഠമായ ജന്മം ലഭിച്ചിരിക്കുന്നത്? ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലഭ്യതേ വസ്തുസിദ്ധിർവിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിഹി. ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് സകല കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടത്. സകല കർമാനുഷ്ഠാനവും, കർമ്മമെന്ന് പറയുമ്പോൾ മനസ്സാ വാച കർമ്മണ ഉള്ള സകല ചലനങ്ങളും കർമ്മമാണ്. ബാഹ്യമായി പുറമേ കാണുന്ന കർമ്മങ്ങൾ മാത്രമല്ല കർമ്മം. ആ കർമ്മങ്ങൾക്ക് കാരണമായി സൂക്ഷ്മമായ മനസ്സിൻ്റെ ചലനമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലേ? ആ ചലനവും കർമ്മമാണ്. അപ്പോൾ ഈ മനസ്സുകൊണ്ട് എന്ത് ചിന്തിക്കുന്നുവോ, വാക്കുകൊണ്ട് എന്ത് പറയുന്നുവോ, ശരീരം കൊണ്ട് എന്ത് ചെയ്യുന്നുവോ, അതിനൊക്കെ അദൃശ്യമായ ഒരു ഫലം ഗുപ്തമായി ഒരാൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മളുടെ പ്രാണനോട് ചേർത്ത്. അവൻ്റെ പേരാണ് ചിത്രഗുപ്തൻ. ആ ചിത്രഗുപ്തൻ നമ്മളുടെ പ്രാണനിലേക്ക് ചേർത്ത് വെക്കുന്ന കർമ്മഫലം ഇന്നല്ലെങ്കിൽ നാളെ നാം തന്നെ ഭുജിക്കേണ്ടി വരും. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ മനസാ വാച കർമ്മണ ദിവ്യമായ തപസ് അനുഷ്ഠിച്ച് ആ അനന്ത സത്യ സുഖസാഗരത്തിൽ അഭേദമായി തീരാൻ കഴിയണമേ എന്നുള്ള പ്രാർത്ഥന ഓരോരുത്തർക്കും ഉണ്ടാകാൻ പര്യാപ്തമാകും വണ്ണമാണ് ഋഷഭദേവനിലൂടെ ശ്രീ ശുഗ ബ്രഹ്മർഷി പരീക്ഷത്തിന് കൊടുക്കുന്ന ഉപദേശം നമുക്ക് ലഭ്യമായിരിക്കുന്നത് അല്ലേ? അല്ലയോ ദൈവമേ, എൻ്റെ അര നിമിഷം പോലും കളയരുത്. എങ്ങനെ? കരളിൽ വിവേകം കൂടാതെ കണ്ട അര നിമിഷം ബത കളയരുതാരും. വിവേകമില്ലാതെ അര നിമിഷം പോലും നാം നഷ്ടമാക്കരുത്. അങ്ങനെ നഷ്ടമാക്കിയാൽ അതൊരു മഹത്തായ കഷ്ടമാണ് എന്ന് കേന ഉപനിഷത്ത് പറയുന്നുണ്ട്. ഇഹ ചേതവേദീത് അത സത്യമസ്തി ന ചേതീഹ അവേദീത് മഹതി വിനഷ്ടി. നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണോ വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ടാണോ? വിഷയങ്ങളെ സ്മരിക്കുന്നവർക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റത്തില്ല. ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ഭഗവാൻ അദ്വയാനന്ദ സ്വരൂപമായിരിക്കുന്ന ബോധമാണ്, സച്ചിദാനന്ദമാണ്, ഭാഗിക്കാൻ കഴിയാത്ത പൂർണ്ണതയാണ്. നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ നിതരാം അവസരമുണ്ട്. ഇപ്പം നമ്മളൊരു വസ്തുവിനെ അനുഭവിക്കുന്നു, ഒരു വ്യക്തിയെ അനുഭവിക്കുന്നു, ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ആരുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്? ഞാനുള്ളത് കൊണ്ട് അല്ലേ? ഞാനുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ച ഘടകങ്ങളെ മുഴുവൻ അനുഭവിക്കുന്നത്. ഞാനില്ല എങ്കിൽ ഈ പ്രപഞ്ച ഘടകങ്ങളെ അനുഭവിക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷേ പ്രപഞ്ച ഘടകങ്ങളെ അനുഭവിക്കുന്ന വേളയിൽ ഞാനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല. ഓരോ പ്രപഞ്ച ഘടകങ്ങളെയും അനുഭവിക്കുന്ന വേളയിൽ അതിൻ്റെ ഒരു മായാരൂപം, ഒരു ഛായാചിത്രം, ഒരു
പകർപ്പ് നിങ്ങളുടെ മനസ്സൊപ്പിയെടുത്ത് ചിത്തമാകുന്ന ആ ക്യാൻവാസിൽ അങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ ചിത്തമാകുന്ന ക്യാൻവാസ് അങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു പോകുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ചുരുട്ടി വെക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നിവർത്തി വെക്കുന്നു. അപ്പൊ ഈ ചിത്തവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ചേർന്ന് ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്നതിന് കാരണമായി ഞാനെന്ന ബോധം അതിൻ്റെ പിന്നിൽ ശബ്ദമില്ലാതെ, ആശയമില്ലാതെ, ചിത്രമില്ലാതെ നിലനിൽക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവബോധമുണ്ടാകും. ഇത് തന്നെയാണ് വ്യാസ മഹർഷിയും ശങ്കര ഭഗവത്പാദരും രമണ മഹർഷിയും തുടങ്ങി ഇന്ന് വരെയുള്ള സകല ആചാര്യന്മാരും പറഞ്ഞത്. കുഞ്ഞേ, ത്വം ഹി ബ്രഹ്മ ത്വം തത് അസി, അല്ലേ? ത്വം തത് അസി, ത്വം ജാനകി അസി എന്നാണ് പറഞ്ഞത്. ത്വം കാമാക്ഷി അസി, ത്വം രാമചന്ദ്രൻ അസി എന്നാണ് പറഞ്ഞത്. അല്ല, ത്വം തത് അസി. തത് എന്ന് പറഞ്ഞാൽ അതെന്നോ ഇതെന്നോ പറയാൻ കഴിയാത്തതും എന്നാൽ പരിധിരഹിതവുമായിരിക്കുന്ന പൂർണ്ണ ചൈതന്യം. അതെന്ന് പറയാൻ കഴിയുന്നതിനെയെല്ലാം നമുക്ക് ഇതെന്നും പറയാം, ഇതെന്ന് പറയാൻ കഴിയുന്നതിനെയെല്ലാം നമുക്ക് അതെന്നും പറയാം. അങ്ങനെ പറയുന്നതെല്ലാം പരിമിതമാണ്. എന്നാൽ അതെന്നോ ഇതെന്നോ പറയാൻ കഴിയാത്തതും പരിധിരഹിതവുമായിരിക്കുന്ന ബോധമാണ് ഞാൻ എന്ന ആ സത്ത. ഈ സകല അനുഭവങ്ങൾക്കും കാരണമായി അതിൻ്റെ പിന്നിൽ ഞാൻ എന്ന ബോധം നിറഞ്ഞു വിളങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ കേൾക്കുന്നതിന് കാരണമായിരിക്കുന്ന ഞാനെന്ന സച്ചിദാനന്ദ വൈഭവത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കാണുന്നുവെന്ന് വിചാരിക്കുന്നത്. ആ ബോധത്തെ ശ്രദ്ധിച്ചാൽ ആ ബോധം തന്നെയാണ് ബുദ്ധിയിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും നിറഞ്ഞ് സർവചരാചരങ്ങളിലും പ്രശോഭിക്കുന്നത്. അപ്പോൾ വസ്തുക്കളെ കാണുമ്പോൾ വസ്തുക്കളെയും വ്യക്തികളെയും ചരാചരങ്ങളെയും നിലനിർത്തുന്ന അദൃശ്യവും അരൂപവുമായിരിക്കുന്ന വ്യാപകത്വ ചേതനയെ അന്തർജ്ഞാനത്തിൻ്റെ വിശുദ്ധിയിൽ കാണാൻ കഴിയും. അതിനു വേണ്ടിയുള്ളതാണ് ഈ മഹത്തായ മാനവ ജന്മം. അത് അരനിമിഷം നഷ്ടമാക്കാനുണ്ടോ? ഇല്ല. പ്രഭാത സവാരി സമുദ്രത്തിൻ്റെ തീരത്ത് നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രഭാത സവാരിക്കായി അങ്ങനെ സമുദ്ര തീരത്ത് കൂടി നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സവാരി യൂഷ്വലി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടാണ്. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സമുദ്ര തീരത്ത് കൂടി ഇങ്ങനെ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ ഒന്ന് തട്ടി. അദ്ദേഹം ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ഏതോ ഒരു സഞ്ചിയാണ്. അതും എടുത്തുകൊണ്ട് കുറേ ദൂരം നടന്നതിന് ശേഷം അദ്ദേഹം ഒരു ബെഞ്ചിൽ, സമുദ്രത്തിന് അഭിമുഖമായി ആ ബെഞ്ചിൽ ചെന്നിരുന്നു. ഇരുന്നതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ സഞ്ചിയിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ ഓരോ ഉരുളൻ കല്ലുകളാണ്. അദ്ദേഹം ഓരോന്നെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞ് സമയം കളഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ സമുദ്രത്തിലേക്ക് ഓരോ കല്ലും എറിഞ്ഞ് കളഞ്ഞുകൊണ്ടിരുന്നു. ഏതാണ്ട് സൂര്യൻ ഉദിക്കുന്ന സമയമായപ്പോൾ അദ്ദേഹം അതിലേക്കൊന്ന് നോക്കിയപ്പോഴോ അമൂല്യമായ രത്നങ്ങളായിരുന്നു അത്. എല്ലാം എറിഞ്ഞു കളഞ്ഞു. 2 or 3 എണ്ണം മാത്രം ബാക്കിയുണ്ട്. അതുകൂടെ എറിഞ്ഞു കളയോ? അദ്ദേഹത്തിന് ബോധ്യമായി ഇത് അമൂല്യമായ രത്നമാണെന്ന്. അപ്പോൾ ജീവിതത്തിൻ്റെ ഉള്ള സമയം മുഴുവൻ വ്യർത്ഥമായി പോയെങ്കിലും ഈ സവാരിക്കാരൻ നഷ്ടമാക്കിയ അമൂല്യ രത്നങ്ങളെ പോലെ മഹത്തായ ജീവിതത്തെ നഷ്ടമാക്കി കളയാതെ വിവേകമില്ലാതെ അരനിമിഷം പോലും ജീവിക്കരുത്. ഉള്ള സമയത്തെ ഇനിയും ആത്മധ്യാനത്തിന് വേണ്ടി വിനിയോഗിക്കണം. കൃമികീടങ്ങളെ പോലെ നിസാരങ്ങളായ, ക്ഷണികങ്ങളായ, നശ്വരങ്ങളായ സുഖങ്ങൾക്ക് വേണ്ടി ഭ്രമിച്ച് വശായി മായാ സംസാരത്തിൽ പെട്ടുപോകരുത്. അതൊരു കേവലം ഭ്രമമാണ്.
അസത്യമാണ്, അയഥാർത്ഥമാണ്, അയ്യോ വലിയ കഷ്ടമാണ് എന്നാണ് കേനോപനിഷത്ത് പറയുന്നത് അല്ലേ. മഹതീ വിനഷ്ടി, ദീർഘിപ്പിച്ച് പറയുന്നത്, മഹതീ വിനഷ്ടി, മഹത്തായ നഷ്ടമാണ്, കഷ്ടമാണ് എന്നാണ്. അതുകൊണ്ട് ഈ ജന്മം നിങ്ങൾ അനന്താനന്ദ സ്വരൂപമാണ്, തൃപ്തിയുടെ നികേതമാണ്. നിങ്ങൾ തൃപ്തിയുടെ സ്വരൂപമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ദിവ്യമായ തപസ് അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടുവോ? ശ്രദ്ധിച്ചു കേട്ടുവോ? കാതുകൊണ്ടാണോ കേട്ടത്? മസ്തിഷ്കം കൊണ്ടാണോ കേട്ടത്? ഹൃദയം കൊണ്ടാണ്, ഹൃദയം കൊണ്ടാണ്. അതെ, ഹൃദയം കൊണ്ട് കേൾക്കണം അല്ലേ. ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ നാം ഈ ശ്രവണം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകളെ കേട്ടുകൊണ്ടിരുന്നാൽ ഇത് കേൾക്കാൻ പറ്റില്ല. ഒരേ സമയത്ത് നമുക്ക് രണ്ട് കേൾവി നടക്കും. പുറമേയുള്ളതും കേൾക്കാം, ഉള്ളിലെ ചിന്തകളെയും കേൾക്കാം. അപ്പം സകല ചിന്തകളെയും മാറ്റി നിർത്തിയിട്ട് ഭഗവാന് തന്നെ കേട്ടുകൊണ്ടിരിക്കണം. തുടർന്ന് ഋഷഭദേവൻ പറയുകയാണ്, മഹത് സേവാം ദ്വാരമാഹുർവിമുക്തേ. മഹത് സേവാം, മഹാന്മാരുടെ സേവ, മഹത്തുക്കളുടെ മഹത്തായ സേവ, വിമുക്തേഹേ ദ്വാരം ആഹുഹു, മോക്ഷത്തിനുള്ള മാർഗമാണ്. മോക്ഷത്തിനുള്ള മാർഗം എന്താണ്? മഹാന്മാരുടെ സേവ. മഹാന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആരാണ് മഹാന്മാർ എന്ന് കൃത്യമായിട്ട് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, യോഷിതാം സംഗി സംഘം. അതായത് സ്ത്രീകളുടെ സംസാര സർഗമുള്ളവരോട് നമ്മൾ സംഘം ചെയ്തുകൊണ്ടിരിക്കരുത്. അവിടെ സ്ത്രീകളുടെ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളുടെയും സ്ത്രീകൾ പുരുഷന്മാരുടെയും എന്ന് മനസ്സിലാക്കണം. അത് നമ്മളുടെ ലൗകിക വ്യവഹാരത്തിന് വിരുദ്ധമല്ലേ എന്നൊന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. വിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. നിങ്ങൾ ദേഹമാണ് എന്ന് ധരിച്ചാൽ നിങ്ങൾ സ്ത്രീയാണ്. ദേഹമല്ല എങ്കിൽ നിങ്ങൾ സ്ത്രീയല്ല. നിങ്ങൾ ആത്മാവ് ആണ് എങ്കിൽ അവിടെ സ്ത്രീയോ പുരുഷനോ ഇല്ല. അനന്താനന്ദമായിരിക്കുന്ന ശക്തി സ്വരൂപമാണ്. ബ്രഹ്മവും ബ്രഹ്മശക്തിയും അഭിന്നമാണ്. സൂര്യനും അതിൻ്റെ കിരണവും പോലെ, പാലും അതിൻ്റെ വെളുപ്പും പോലെ, കാറ്റും അതിൻ്റെ ചലനവും പോലെ, ആകാശവും അതിൻ്റെ വ്യാപ്തിയും പോലെ ബ്രഹ്മവും ബ്രഹ്മശക്തിയും അഭിന്നമാണ്. അപ്പോൾ ആദ്യന്തരഹിതമായിരിക്കുന്ന നിശ്ചല ബോധ സത്തയിലെ ആ അവിഭാജ്യമായിരിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാം ബ്രഹ്മം തന്നെ. അതുകൊണ്ട് സത്യദർശികൾ പറഞ്ഞു പ്രപഞ്ചസ്വരൂപം ബ്രഹ്മ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതോ ദേഹോഹം, ആത്മോഹം ബ്രഹ്മോഹം ഒന്നുമില്ല, അഹം ദേഹ. എന്തൊരു വിട്ടിത്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ. അതുകൊണ്ട് പറയുക, ഇത് കേൾക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ആരുടെ സംഘം വയ്ക്കണം? മഹത്തുക്കളുടെ സംഘം ഉണ്ടായിരിക്കണം. ആരോടാണോ നിങ്ങൾ സംസർഗം ചെയ്യുന്നത് അവരുടെ വാസന നിങ്ങൾക്ക് വരും. ഗുണവും ദോഷവും നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നത് നിങ്ങൾ ആരുടെ കൂടെ സംഘം ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. മഹാത്മാക്കള് ആരാണ്? അവര് സമചിത്തതയുള്ളവരാണ്. അവര് പ്രശാന്ത ബുദ്ധിക്കുടമയാണ്. അവർ ക്രോധമില്ലാത്തവരാണ്, സുഹൃദ്ഭാവമുള്ളിലുള്ളവരാണ്, സാധുക്കളാണ്, സത്യം സ്വരൂപമായി വിരാജിക്കുന്നവരാണ് മഹാത്മാക്കൾ. ഞാൻ എന്ന ബോധത്തിൻ്റെ ആ വ്യാപകത്വം സർവപ്രപഞ്ച ഘടകങ്ങളിലും അനുപ്രവേശിച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യമായ മഹാനാത്മപദത്തെ സ്വാത്മാവായി അറിഞ്ഞവരാണ് മഹാത്മാക്കൾ. ബോധ്യമാകുന്നുണ്ടോ? ശ്രദ്ധിച്ച് ശ്രവണം ചെയ്ത് ബോധ്യമാകുന്നുണ്ട്. അപ്പം ഞാൻ എന്ന ബോധം ഈ ശരീരത്തിലല്ല നിൽക്കുന്നത്. നിങ്ങളിലിരിക്കുന്ന ഞാൻ തന്നെയാണ്. കസേരയിലും ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളിലും ഇരിക്കുന്ന ഞാൻ ഏകമാണ്. അപ്പം നമ്മൾ ഭേദം പറയുന്നത് എന്തുകൊണ്ടാണ്? ദേഹം ഞാനാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്.
ദേഹം ഞാനാണെന്ന് വിചാരിച്ചാൽ ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, ഇന്ന ദേശക്കാരനാണ്, ഇന്ന കുലമാണ്, ഇന്ന ഗോത്രാണ്, ഇതൊന്നും പോവില്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മാംസപിണ്ഡം ഞാനാണെന്ന് വിചാരിക്കുന്ന ആ ഒരു വിഡ്ഢിത്തം. അസ്ഥി, മജ്ജ, മലം, മൂത്രം ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന ഈ ശരീരം ഞാനാണെന്ന് വിചാരിക്കുന്ന ഒരു മൂഢത്വം. എന്തൊരഭിമാന അല്ലേ? എന്തൊരഭിമാന. ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ ഇനി ഇന്നതൊക്കെ ചെയ്യും, ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്നേഹസ്വരൂപികളായ എൻ്റെ ബന്ധുക്കളെ, ഇത് സത്യമല്ല. ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ച് നമ്മൾ ഓരോരുത്തരും കൃത്യമായി ഗ്രഹിക്കണം. ആ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹ കടാക്ഷം നമ്മളുടെ ഹൃദയ സ്പന്ദനത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ ഋഷിമാർ നമ്മളോട് പറയുക, ഈ മാംസപിണ്ഡം നാമാണെന്ന് ധരിക്കരുത്. ഇത് മാംസപിണ്ഡം നിങ്ങളാണോ? എൻ്റേതെന്ന് പറയുന്നത് എന്തെങ്കിലും ഞാനാണോ? എൻ്റെ കുട, എൻ്റെ വാച്ച്, എൻ്റെ ചെരുപ്പ്, എൻ്റെ വള, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ പ്രാണൻ, എൻ്റെ ബുദ്ധി ഞാനാണോ? അല്ല. അതുകൊണ്ട് ഇത് ശ്രവണം ചെയ്യണമെങ്കിൽ നിങ്ങൾ മാംസം സത്യമാണെന്ന് ധരിച്ച് നിസാരങ്ങളായ പ്രയോജനശൂന്യങ്ങളായ വിഷയങ്ങളിലേക്ക് പോകരുത്. സംഗിസംഗം, യോഷിതാം സംഗിസംഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രയോജനശൂന്യമായ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിക്കരുത്. ഇന്ന് 24 മണിക്കൂർ ഉണർന്നിരിക്കാൻ കഴിയുമെങ്കിൽ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന മോഡേൺ മൊബൈൽ മീഡിയയിലേക്ക് പോകും. ഈ ഇൻഫർമേഷൻസിൻ്റെ ധാരാളിത്തം, വിവരങ്ങളുടെ ധാരാളിത്തം നിങ്ങൾക്ക് എന്തിനാണ്? ഇന്നത്തെ കുഞ്ഞുങ്ങൾ തന്നെ പ്രയോജനശൂന്യമായ ഈ മൊബൈലിൽ നടത്തുന്ന കളിയെ തടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ആചാര്യൻ പറയുന്നുണ്ട്. നമ്മളുടെ ജീവിതം വ്യർത്ഥമാണ്. വിദ്യാർത്ഥികളൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി പോകും. ജീവിതം വ്യർത്ഥമായി പോകും, നഷ്ടമായി പോകും, കഷ്ടമായി പോകും, ദുഃഖങ്ങളുടെ നികേതമായി പോകും. അതുകൊണ്ട് ശ്രദ്ധയോടെ ഓരോ നിമിഷത്തെയും അവബോധത്തോടുകൂടി പുരുഷാർത്ഥ പ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊള്ളൂ. എല്ലാവരും സന്യാസിമാരാകാനൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷേ ഏത് ജീവിതചര്യയിൽ ഇരുന്നാലും ഈ പരമമായ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം നയിക്കാം എന്നാണ് നമ്മളുടെ സത്യദർശികൾ ഉപദേശിച്ചിട്ടുള്ളത്. ബ്രഹ്മചര്യ അനുഷ്ഠാന കാലത്ത് തന്നെ, ജീവിതത്തിൻ്റെ പ്രഥമ ഘട്ടത്തിൽ തന്നെ വേദങ്ങൾ സാങ്കോപാംഗം ഗ്രഹിച്ചിട്ടായിരുന്നു ഇവിടെ ജീവിതം ഗൃഹസ്ഥാശ്രമത്തിലേക്കൊക്കെ കടന്നിരുന്നത്, തുടർന്നു പോയിരുന്നത്. ഇന്ന് വിദ്യാഭ്യാസം ഏത് തരത്തിൽ അധപ്പതിക്കുന്നു? വിദ്യാഭ്യാസത്തിൽ കൂടി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ട്. എന്നത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കും? ഏത് ഗവൺമെൻറ് നടപ്പിലാക്കും? ഇങ്ങനെയൊക്കെ കാത്തുകൊണ്ടിരുന്നാൽ നമുക്ക് കാലം കളയാനില്ല. നമ്മളുടെ മക്കളെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മളുടെ സമൂഹത്തിലുള്ള പ്രിയ മിത്രങ്ങളെ സത്യത്തിൻ്റെ പന്ഥാവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ കർത്തവ്യമല്ലേ? നമ്മളുടെ ഉത്തരവാദിത്തമല്ലേ? നമ്മളുടെ നന്മ നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആ ഒരു പ്രതിപ്രവർത്തനമല്ലേ? അല്ലേ? അതുകൊണ്ട് സമാജത്തിൻ്റെ നന്മയെ ലാക്കാക്കിക്കൊണ്ട്, കുടുംബത്തിൻ്റെ മേന്മയെയും ജനക്ഷേമത്തെയും ലാക്കാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ചിന്തിക്കണം, പറയണം, പ്രവർത്തിക്കണം. സജ്ജന സംസർഗം ജീവിതവ്രതമാക്കി മാറ്റിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത ശ്ലോകത്തിൽ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആശയിൽ ബദ്ധരായി, ഭാര്യ, പുത്രന്മാർ, ബന്ധുമിത്രാദികൾ ഇവയിലൊക്കെ ബദ്ധരായി നിങ്ങൾ ധനത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത്
കാല സർവം മാ കുരു ധനജന യൗവന ഗർവം. ധനത്തിലും ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് യൗവനത്തിലും ഒക്കെ ഗർവ് വേണ്ട. ഹരതി നിമേഷാത് കാല സർവം. സർവം കാലം നിമിഷം കൊണ്ടില്ലാതാക്കി തരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുക. ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇനി കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഗുരുവായൂരപ്പനെ രാവിലെ അങ്ങ് പാടി പഠിപ്പിക്കും. എന്നിട്ട് നമ്മളങ്ങ് കാര്യം മറന്നു പോകും. നമുക്കിനിയും ഏറെക്കാലം ജീവിക്കാനുണ്ട്, ഇപ്പോഴെങ്ങും മരണമില്ല എന്ന് വിചാരിക്കും. ഭാഗവതം തന്നെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണ്? മരണം അടുത്തവൻ്റെ കർത്തവ്യം എന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ശുഗബ്രഹ്മർഷിയെ പ്രണമിക്കുന്നത്. നാം ഓരോരുത്തരും പരീക്ഷിത്ത് ശ്രവണം ചെയ്തതുപോലെ ശ്രവണം ചെയ്യണം, അല്ലേ? മരണം അടുത്തവൻ്റെ കർത്തവ്യം എന്ത്? എന്തിലാണ് ഈ ഗർവ് കാണിക്കുന്നത്? ഇവിടെ എത്ര പേര് ഒരുമിച്ചായിരുന്നു ഈ ഭൂമിയിലേക്ക് വന്നത്? എല്ലാവരും പറയും ഒറ്റയ്ക്കാ. പക്ഷെ എനിക്ക് എല്ലാവരും ഉണ്ട്, എനിക്ക് എല്ലാവരും ഉണ്ട് എന്നൊരു ധാരണയാ. ഒറ്റയ്ക്കാണോ പോകുന്നത്? എവിടേക്കാണ് പോകുന്നതെന്നറിയോ? അറിയില്ല. എവിടെ നിന്നാ വന്നതെന്നറിയോ? അറിയില്ല. എന്നിട്ടോ എല്ലാം അറിയാവുന്ന ഒരു ഭാവനയും. എല്ലാം അറിയാവുന്ന ഒരു ഭാവന നമ്മെ വളരെയധികം ഗ്രസിക്കുന്നുണ്ട്. നമ്മളാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള മൂഢബുദ്ധിയും നമ്മെ കടന്നാക്രമിക്കുന്നുണ്ട്. നമുക്കറിയാം നാം എവിടെ വസിക്കുന്നതെന്ന് അറിയാം, ഭൂമിയിലാണ്, അല്ലേ? ഭൂമിയുടെ കാര്യമൊക്കെ അറിയാം. പക്ഷേ ഈ ബ്രഹ്മാണ്ഡ കോടികളെ പറ്റി അറിയോ? അസ്യ ബ്രഹ്മാണ്ഡസ്യ സമന്തതഃ ഏതാൻ ഏതാദൃശ അനന്ത ബ്രഹ്മാണ്ഡ കോടാനി ജ്വലന്തി. ഇതിപ്പോഴാണ് നമ്മുടെ ശാസ്ത്രമൊക്കെ കണ്ടുപിടിക്കുന്നത്. എന്താ പറഞ്ഞത്? അസ്യ ബ്രഹ്മാണ്ഡസ്യ സമന്തതഃ ഏതാൻ ഏതാദൃശ അനന്ത ബ്രഹ്മാണ്ഡ കോടാനി ജ്വലന്തി. ഇതുപോലെ കോടാനു കോടി ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. അതിൽ ഭൂമിയുടെ വലിപ്പം എത്രയെന്നറിയാമോ? ഒരു പൊടിക്ക് സമാനം. എത്രയാ? ആ പൊടിക്കുള്ളിലിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ഈ അഹന്തയൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു അഹന്തയാ! ആണോ? അല്ല, ഇനി ഈ പ്രപഞ്ചത്തെ ഒന്ന് കണ്ടു നോക്കണം. നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള 2% ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയൂ. 98% നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പിന്നെന്താ അറിയുന്നത്? മാത്രവുമല്ല, 85 to 95% of the entire universe is dark matter. ഇപ്പം ഈ കാണുന്ന നമ്മളുടെ ഈ ദൃശ്യപദാർത്ഥങ്ങളുടെ ചുറ്റും തന്നെ 85% മുതൽ 95% വരെ ഡാർക്ക് മാറ്ററാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ഇരുണ്ട ആവരണമാണ്, മൂടിപടമാണ്. ആ ഡാർക്ക് മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയാൻ പാടില്ലാത്ത ഒരു 95% ഇവിടെയുണ്ട്, വിതിൻ ആൻഡ് വിതൗട്ട്. ഇത് പക്ഷേ നമ്മളുടെ ആധ്യാത്മിക ശാസ്ത്രം, ധ്യാനവിലീനരായ സത്യദർശികൾ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. അവ്യക്തത്തിൽ നിന്നാണ് ഇതെല്ലാം വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഈ ചിന്തകൾ എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ ചിന്തകൾ വരുന്നത്? ഏതോ ഒരു ഇരുട്ടിൽ നിന്നും ചിന്ത ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ആ ചിത്തത്തെയും ആ സർവസ്മരണകളെയും അടക്കിക്കൊണ്ട് നമ്മളിൽ ഒരു കാരണ ശരീരമുണ്ട്, ഇൻഡിവിജ്വൽ കോസൽ ബോഡി. അതുപോലെ യൂണിവേഴ്സൽ കോസൽ ബോഡിയുണ്ട്, സമഷ്ടി കാരണ ശരീരമുണ്ട്. ഇതൊന്നും അറിയാതെ എല്ലാം അറിയുമെന്നുള്ള നമ്മളുടെ ഒരു കഷ്ടം ഇനിയും നമ്മൾ ചെയ്യുന്നോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം.
നമ്മൾ വിചാരിച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. പറ്റുമോ? ഏതെങ്കിലും കാര്യം നമ്മൾ വിചാരിച്ച രീതിയിലാണോ അടുത്ത നിമിഷം വന്ന് ഭവിക്കുന്നത്? ആണോ? അല്ല. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? ഭഗവാൻ എല്ലാം കൊടുത്തു. എങ്കിലും ഭഗവാൻ എനിക്കിങ്ങനെ വരുത്തി വെച്ചല്ലോ, എങ്കിലും ഈ ഭഗവാൻ ചെയ്തത് വളരെ കഷ്ടമായിപ്പോയി. നോ. ഇതിന് സൗന്ദര്യ ലഹരിയിലെ ശ്ലോകങ്ങളൊക്കെ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഭാഗവത സത്രവേദിയിലെ ധന്യാത്മാക്കൾക്ക് ഹൃദിസ്ഥമായിരിക്കും. അതിൽ ശിവശക്തിയായുക്ത എന്ന് തുടങ്ങുന്ന സൗന്ദര്യ ലഹരിയിലെ 2ാമത്തെ ശ്ലോകത്തിൽ തനീയാംസും പാംസും എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പാദധൂളിയിലെ ഒരു ചെറു പൊടി എടുത്തിട്ടാണ് ഹരിയും ഹരനും വിരിഞ്ചനും ഈ പ്രപഞ്ചത്തെ നിലനിർത്തി പോകുന്നത്, സൃഷ്ടിക്കുന്നത്, ലയിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഒരു പൊടി എടുത്ത വിരിഞ്ചൻ സൃഷ്ടിച്ചത് അല്ലേ? എങ്ങനെയാ? അവികലം വിരചയതി, ഒരു ന്യൂനതകളുമില്ലാതെ. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത് നമ്മളാണ്, ഭഗവാനല്ല. കാരണം നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ബുദ്ധിയെ, നമ്മളുടെ പ്രാണനെ നമ്മൾ തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അമ്മയെ പറയത്തില്ലേ വാഞ്ചിതാർത്ഥപ്രദായിനി അല്ലേ? അമ്മയുടെ വാസസ്ഥാനം എവിടെയാണെന്നറിയോ? നിങ്ങൾ ദേവിയെ, ഞാൻ ഇതിനിടയ്ക്ക് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അവനവനാണ് അവനവൻ്റെ കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മയുടെ വാസസ്ഥാനം എവിടെയാണ്? ചിന്താമണി ഗൃഹാന്തസ്ഥ. അമ്മ സുധാസാഗര മധ്യസ്ഥയായി, പഞ്ചബ്രഹ്മാസനസ്ഥിതയായി, കദംബവാസിനിയായി അമ്മ ചിന്താമണി ഗൃഹത്തിലാണ് വസിക്കുന്നത്. ചിന്താമണി എന്ന് പറഞ്ഞാൽ ഏതിനെയും അതാക്കി തീർക്കും അല്ലേ? അത് നിങ്ങളുടെ ചിന്തയാ. സൂക്ഷിച്ച് ചിന്തിക്കണം, സൂക്ഷിച്ച് വളരെ വിവേകപൂർവം ചിന്തിക്കണം. നമ്മളെപ്പോഴും പറയും, എന്ത് ചിന്തിക്കുന്നതിനും മുമ്പേ നമ്മൾ പറയണം അല്ല, പറയുന്നതിന് മുമ്പേ ചിന്തിക്കണം. തിങ്ക് ബിഫോർ യു സ്പീക്ക്, അങ്ങനെ പറയില്ലേ? തിങ്ക് ബിഫോർ യു സ്പീക്ക്. നോ, തിങ്ക് ബിഫോർ യു തിങ്ക്. ചിന്തിക്കുന്നതിന് മുമ്പ് എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിക്കണം. ചിന്തിക്കുന്നതിന് മുമ്പ് ഏത് വികാരത്തോടു കൂടി നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് ചിന്തിക്കണം. അത് തന്നെയാണ് നമ്മളുടെ ജീവിതമായി മാറുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തെ സത്സംഗത്തിന് വേണ്ടി, മഹത് സേവയ്ക്ക് വേണ്ടി നിസാരങ്ങളായ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഋഷഭദേവൻ ഉപദേശിക്കുകയാണ്. നൂനം പ്രമത്തക്കുരുതേ വികർമ്മ. അയ്യോ, എത്ര ഗംഭീരമായിട്ടാണ് ആചാര്യൻ ഇത് പറയുന്നതെന്നറിയോ? ഇന്ദ്രിയപ്രീതയെ, ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ട് യത് ആപ്രണോതി. എന്താ പറഞ്ഞത്? യത് ആപ്രണോതി, എപ്പോൾ വ്യാപരിക്കുന്നുവോ തഥാ അപ്പോൾ പ്രമത്തഃ, പ്രമാദം ഭവിച്ചവനായിട്ട്, പ്രമത്തനായിട്ട്, വിചാരശൂന്യനായിട്ട്, ആലോചനാശേഷി ഇല്ലാത്തവനായിട്ട്, അവിവേകിയായിട്ട്, പ്രമത്തഃ വികർമ്മ കുരുതേ, അധർമ്മങ്ങളെ ആചരിക്കും. എന്താ പറഞ്ഞത്? ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയാണ് ജീവിതം എങ്കിൽ അറിയാതെ അധർമ്മം ചെയ്യും, പാപം ചെയ്യും. കേട്ടോ? കേട്ടുവോ? ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിതം നയിക്കുന്നതെങ്കിൽ നാവിൻ്റെ രുചി, കാതിൻ്റെ ഇമ്പം, കണ്ണിൻ്റെ സൗന്ദര്യാസ്വാദനം, സ്പർശന സുഖം, ഗന്ധത്തിൻ്റെ ആസ്വാദനം, ഇങ്ങനെ പല തരത്തിലും നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ സുഖം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ നിമിഷവും ജീവിക്കുന്നത് എങ്കിൽ ഇപ്പം എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊന്ന് ആലോചിക്കാമോ? ഒന്ന് ആലോചിക്കുമോ? എന്തിനാ ജീവിക്കുന്നത്? ആത്മധ്യാനം ഉണ്ടോ? ആത്മധ്യാന വിസ്മരണത്തോടു കൂടിയാണോ നിങ്ങൾ ഇന്ദ്രിയ സുഖഭോഗങ്ങളെ ഭുജിക്കുന്നത്? അങ്ങനെയെങ്കിൽ പാപം ചെയ്യുന്നു.
അതുകൊണ്ട് വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്, അശ്രദ്ധാ പരമം പാപം, അശ്രദ്ധാ പരമം പാപം, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ലഭിക്കും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശ്രദ്ധ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും സത്യബുദ്ധിയോടുകൂടി സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവസത്തയെ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് ശ്രദ്ധയോടുകൂടിയ ജീവിതം. അപ്പം അശ്രദ്ധയോടുകൂടി പാപം ആചരിച്ചു പോകരുത്. പിന്നെ എങ്ങനെ ജീവിക്കണം? ഇന്ദ്രിയ വിഷയ ആസ്വാദനം നടത്തുമ്പോൾ ആത്മവിസ്മരണം സംഭവിക്കരുത്. ശങ്കര ഭഗവത്പാദർ പറയുന്നുണ്ട്, ശബ്ദാദിപി പഞ്ചപിരേപ പഞ്ച പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധ കുരംഗ മാതംഗ പതംഗ മീന ഭൃംഗ നര പഞ്ചഭിരഞ്ജിതയ്ക്കും, നര പഞ്ചഭിരഞ്ജിതയ്ക്കും. സ്വഗുണങ്ങളാൽ ബദ്ധരായിട്ട് കുരംഗം, മാതംഗം, പതംഗം, മീനം, ഭൃംഗം ഇവ ഓരോന്നും അവയുടെ ശരീരത്തെ തന്നെ ഇല്ലാതാക്കുന്നു, ജന്മത്തെ തന്നെ നശിപ്പിക്കുന്നു. കുരംഗം എന്ന് പറഞ്ഞാൽ മാൻ. മാനിനെ എങ്ങനെയാണ് വേട്ടക്കാരൻ കെണിയിൽപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? എങ്ങനെയാണ്? മധുരമായ നാദം ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. ഇത് കേട്ടിട്ട് മാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്ന വേളയിൽ മാനിനെ വലയിൽ അകപ്പെടുത്തും. അപ്പോൾ ശബ്ദത്തിൽ ആകൃഷ്ടമായി മാൻ അതിൻ്റെ ജീവിതത്തെ തന്നെ നഷ്ടമാക്കും. കുരംഗ മാതംഗ, മാതംഗം എന്ന് പറഞ്ഞാൽ ആന. ഈ ആനയെ കെണിയിലാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയോ? കുഴി കുഴിക്കും. കുഴി കുഴിച്ചതിന് ശേഷം അതിലേക്ക് പോകുന്നതിന് വേണ്ടി പിടിയാനയെ മുമ്പേ നടത്തും. പിടിയാനയുടെ പുറകെ ആര് പോകും? കൊമ്പനാന പോകും. അങ്ങനെ ഈ പിടിയാനയും കൊമ്പനാനയും സ്പർശസുഖത്തിന് വേണ്ടി കൊമ്പനാന പിടിയാനയുടെ പിന്നാലെ പാഞ്ഞുകൊണ്ട് ആ കെണിക്കുഴിയിൽ വന്നു വീഴും. അങ്ങനെയാണ് സ്പർശസുഖത്തിന് വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആന കെണിയിൽ പെട്ടുപോയി ജീവിതം തന്നെ നശിപ്പിക്കുന്നത്. കുരംഗ, മാതംഗ, പതംഗ. ഈ ഈയാമ്പാറ്റയ്ക്ക് ലൈറ്റ് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ അഗ്നിയെ കേന്ദ്രീകരിച്ച് പതംഗം അതിൻ്റെ പിന്നാലെ പാഞ്ഞ് അവിടെ ചെന്ന് ജീവിതം ഹോമിക്കും. മീനാകട്ടെ ഇരയിൽ കോർത്ത ആ ഭക്ഷണത്തിന് വേണ്ടി അടുത്തേക്ക് ചെന്നിട്ട് അതിൽ ഒരു കൊത്തി തൻ്റെ ജീവിതം തീരും. അല്ലേ? അപ്പം ശബ്ദം, സ്പർശം, രൂപം, രസം. രസം സ്വാദ് അല്ലേ? ഇനി ഗന്ധം, ഭൃംഗം, വണ്ട്. ഈ വണ്ട് താമരയുടെ മണം ആസ്വദിച്ച് അവിടെ ചെന്നിട്ട് അതിനകത്ത് കയറിയിരിക്കും. താമര കൂമ്പിപ്പോകും അല്ലേ? താമര കൂമ്പിപ്പോകും. പിന്നെയോ അതിനകത്ത് കയറിയ ഈ വണ്ടാകട്ടെ ഒരു കാരണവശാലും പുറത്തേക്ക് വരാൻ താല്പര്യപ്പെടില്ല. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, തടി പോലും തുളച്ചിറക്കാൻ കഴിവുള്ള ഈ വണ്ട് ഒരു മൃദുവായ താമരയ്ക്കുള്ളിൽ പ്രവേശിച്ചിട്ട് അതിന് പുറത്തേക്ക് കടക്കാൻ കഴിയാതെ അതിനുള്ളിൽ തന്നെ ഇരുന്ന് മരിച്ചു പോകുന്ന അവസ്ഥ. ശങ്കര ഭഗവത്പാദർ മറ്റൊരിടത്ത് ഗൃഹസ്ഥാശ്രമത്തെയും ഈ വണ്ടിനെ പോലെ ഉപമിച്ച് കാട്ടുന്നുണ്ട്. അതിൽ പെട്ടുപോയാൽ തടി പോലും തുളച്ച് പുറത്തിറങ്ങാൻ കഴിവുള്ള ഈ വണ്ട് അതിനകത്തിരുന്ന് ജന്മത്തെ നശിപ്പിക്കുന്നു. ശങ്കര ഭഗവത്പാദർ എത്ര മനോഹരമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ശബ്ദാധിപി പഞ്ചപിരേപ പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധ കുരംഗ മാതംഗ പതംഗ മീന ഭൃംഗ. അല്ലേ? വണ്ട് വരെ. നര പഞ്ചഭിരഞ്ജിതയ്ക്കും. ഇതിൽ അഞ്ചിലും ബദ്ധനായിരിക്കുന്ന മനുഷ്യനോ എല്ലാവരും നെഞ്ചത്ത് കൈവെക്കുന്നുണ്ട്.
ഭഗവാനെ, ഇതിൽ അഞ്ചിലും ബദ്ധനായിരിക്കുന്ന മനുഷ്യൻ്റെ കഥ എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങൾക്ക് പിന്നാലെ പായരുതേ എന്നാണ് ഇവിടെ ഋഷഭദേവൻ പുത്രന്മാരെയും പ്രജകളെയും ബ്രഹ്മർഷികളെയും എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് ഉപദേശിക്കുന്നത്. അല്ല, കുറച്ച് നേരം, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയാം, അമ്മേ കുറച്ച് നേരം കൂടെ മൊബൈൽ കണ്ടോട്ടെ, കുറച്ച് നേരം കൂടെ TV കണ്ടോട്ടെ. ശരിയാ, കുഞ്ഞൊന്ന് കണ്ടെന്ന് ആസ്വദിച്ചിട്ട് പിന്നങ്ങ് പഠിച്ചോളും. ഇല്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭാഗവതത്തില്, ന ജാതുക്കാമകാമാന ഉപഭോഗേന ശാമ്യതി ഹവിഷ കൃഷ്ണവത്മൈവ ഭൂയ ഏവ അഭിവർത്തതേ. ഒരാഗ്രഹവും ഭുജിച്ചങ്ങ് തീർക്കാം എന്ന് വിചാരിക്കരുത്. ഒരിക്കലും അത് സാധ്യമല്ല. ആ ആഗ്രഹം ഭുജിച്ച് നമുക്ക് മതിയാകും എന്ന് വിചാരിക്കരുത്. ഹവിഷ കൃഷ്ണവത്മൈവ ഭൂയ ഏവ അഭിവർത്തതേ. എരിയുന്ന അഗ്നിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചാൽ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതൊരിക്കലും ആക്കടില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ വിഷയങ്ങളോടൊക്കെ എന്താ ഇത്ര താല്പര്യം? ഇതിനോടൊക്കെ എന്താണ് ഇത്ര താല്പര്യം? എന്താണ് നമുക്ക് ഇതിനെ ഒന്ന് വിടാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഇതൊക്കെ പറയാൻ കൊള്ളാം, കേൾക്കാൻ കൊള്ളാം, ഭാഗവത സത്രവേദികളിൽ പ്രസംഗിക്കാൻ കൊള്ളാം, ഞങ്ങളൊക്കെ പോയിരുന്ന് കേൾക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മാതാജി, ഇത് ജീവിതത്തിൽ അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലല്ലോ. പറ്റിയില്ല എങ്കിൽ പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്ത ജ്ഞാനം കൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അത് ജ്ഞാനമാണോ? അല്ല. അപ്പോൾ ഇത് പ്രയോഗത്തിൽ വരുത്തണം. എന്തുകൊണ്ടാണ് പ്രയോഗത്തിൽ വരുത്താത്തതെന്നറിയോ? ഒരു കൊച്ചു കുഞ്ഞ് ഒരു കുന്നിൻ്റെ മുകളിൽ കയറി മുനമ്പിൻ്റെ ഭാഗത്തെത്തി നിൽക്കുകയാണ്. അവൻ ആ വലത് കാല് മുന്നോട്ടെടുത്ത് വെച്ചാൽ താഴേക്ക് വീഴും എന്ന് കൊച്ചു കുഞ്ഞിന് അറിയില്ല. അവൻ അറിവില്ലായ്മ കൊണ്ടല്ലേ അങ്ങോട്ട് വീഴുന്നത്? ആണോ അല്ലയോ? അതെ അല്ലേ? അതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെപ്പറ്റി ശാസ്ത്രീയമായ അവബോധമില്ല, കാഴ്ചപ്പാടില്ല, ജ്ഞാനമില്ല. നമ്മളുടെ വിചാരം വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സുഖം നമ്മിലേക്ക് വരുന്നു എന്നാണ്. എന്താ? വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നമ്മിലേക്ക് സുഖം വരുന്നെന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഓരോരുത്തരെയും സമീപിക്കുന്നത്. ഉദാഹരണമായി ഒരു ആപ്പിളിൻ്റെ മൊബൈൽ, ആപ്പിൾ റിസ്റ്റ് വാച്ച്, ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് ഇന്ന് യങ്സ്റ്റേഴ്സിനൊക്കെ, യുവജനങ്ങൾക്കൊക്കെ വളരെ താല്പര്യമാണ് അല്ലേ? അപ്പോൾ ആ മൊബൈൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു അമ്മമാർ ഇവിടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു നല്ല കാഞ്ചീപുരം വേണ്ടെന്ന് ഇവിടെ ഇരുന്നൊരു ധന്യാത്മാവായ അമ്മ അറിയുന്നു വേണ്ടാന്ന്. അല്ല, ഒരു ഉദാഹരണം പറയാനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഗ്രഹിക്കാൻ കഴിയും. നമുക്കൊരാഗ്രഹം ഇന്നത് കിട്ടണമെന്ന്. അപ്പോൾ ആ പട്ട് സാരിക്ക് വേണ്ടി മനസ്സ് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അത് കിട്ടുന്നത് വരെ മനസ്സിനൊരു വിഷമം അല്ലേ? വിഷമം ഇല്ല എങ്കിലും അത് കിട്ടാൻ വേണ്ടി ഒരു ശ്രദ്ധ. അപ്പോൾ ചിലർ വലിയ വീട് വെക്കണം, 2 നില വീട് വെക്കണം, 3 നില വീട് വെക്കണം, അത് നല്ല ഇങ്ങനെ ആയിരിക്കണം. അതിനു വേണ്ടിയുള്ള ആശ മൂത്ത അസ്വസ്ഥത. അതങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴോ സ്വസ്ഥത. പട്ടുസാരി കിട്ടിക്കഴിയുമ്പോഴോ സ്വസ്ഥത. ആപ്പിളിൻ്റെ മൊബൈൽ കിട്ടിക്കഴിയുമ്പോഴോ സ്വസ്ഥത. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ആപ്പിൾ വാച്ചിൽ നിന്നാണോ പട്ട് സാരിയിൽ നിന്നാണോ നമ്മളിലേക്ക് ആനന്ദം വന്നത്? ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം അതിൽ നിന്നാണോ നമ്മിലേക്ക് സുഖം വന്നത് എന്നാണ് നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. അതായത് ആ വസ്തുവിൽ നിന്നാണ് സുഖം വന്നതെങ്കിൽ ആ വസ്തുവിൽ നിന്ന് സെയിം എമൗണ്ട് ഓഫ് ഹാപ്പിനെസ്, അതേ അളവിലുള്ള സുഖം നമുക്ക് അടുത്ത ദിവസവും ലഭിക്കണം, ഒരാഴ്ച കഴിഞ്ഞും ലഭിക്കണം, 1 മാസം കഴിഞ്ഞും ലഭിക്കണം. ഇഫ് ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. ആ വസ്തുവാണ്
ആനന്ദത്തിൻ്റെ ഉറവിടമെങ്കിൽ അതെപ്പോഴും അതേ അളവിലുള്ള ആനന്ദത്തെ തരണ്ടേ? ലോജിക്കല്ലേ? തരണ്ടേ? അങ്ങനെ കിട്ടുന്നില്ലല്ലോ. പക്ഷെ കിട്ടിയപ്പോൾ സുഖം അനുഭവിച്ചതായി തോന്നുകയും ചെയ്തു, അല്ലേ? അതെയോ അല്ലയോ? അതെ. അപ്പോൾ അത് ലഭിച്ച വേളയിൽ സുഖം തോന്നി, പക്ഷേ അത് അടുത്ത ദിവസം കഴിഞ്ഞപ്പോൾ മറന്നു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അടുത്ത ആഗ്രഹം ആ സ്ഥാനത്ത് പ്രതിഷ്ഠിതമായും കഴിഞ്ഞു. വീണ്ടും അസ്വസ്ഥതയിലേക്ക് പോയി. അപ്പോൾ ഒരാശ, ആ ആശയുടെ പൂർത്തീകരണം കഴിയുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞാലും അടുത്ത ആശ, ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എവിടെ നിന്നാണ് ഈ സുഖം ലഭിച്ചത് എന്ന് നമുക്കറിയില്ല. നമ്മളുടെ വിചാരം സാരിയിൽ നിന്നാണ്, നമ്മളുടെ വിചാരം ആപ്പിളിൻ്റെ സ്മാർട്ട് ഫോണിൽ നിന്നാ, വാച്ചിൽ നിന്നാ എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ ഒരു ശാസ്ത്രവും പുറമേയുള്ള വിഷയങ്ങളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ നമ്മിലേക്ക് സുഖം വരുന്നതായി തെളിയിച്ചിട്ടില്ല. ഒരു ശാസ്ത്രവും തെളിയിച്ചിട്ടില്ല. പിന്നെ പക്ഷെ സുഖം കിട്ടിയതുപോലെ തോന്നിയല്ലോ, അല്ലേ? ആണോ അല്ലയോ? അതെ. അതെങ്ങനെയാണെന്നറിയോ? അത് ഈ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന മനസ്സ്, എപ്പോഴാഗ്രഹം വന്നോ അപ്പോൾ നാം സ്വരൂപത്തെ വിസ്മരിച്ചു, ആനന്ദത്തിൻ്റെ ഉറവിടത്തെ വിസ്മരിച്ചു. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന മനസ്സ് അതിൻ്റെ ലഭ്യതയിൽ അതിൻ്റെ അധിഷ്ഠാനമായ ആത്മസ്വരൂപത്തിലൊന്ന് അമർന്നു. നമ്മൾ തെറ്റിദ്ധരിച്ചു വസ്തുവിൻ്റെ ലഭ്യതയിലാ നമുക്ക് കിട്ടിയതെന്ന്. നമ്മളുടെ തെറ്റിദ്ധാരണ എന്താ? വസ്തുവിൻ്റെ ലഭ്യതയിൽ നമുക്ക് കിട്ടി എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വസ്തുവിൻ്റെ ലഭ്യതയിലല്ല നമുക്ക് ആനന്ദം ലഭിച്ചത്, അത് ആത്മാവിൻ്റെ ആനന്ദമാണ്. ഏതിൻ്റെ ആനന്ദമാണ്? ആത്മാ ആനന്ദഘനമേവ. ആത്മാവിൻ്റെ ആനന്ദം അല്ലാതെ മറ്റൊരു സുഖവും ഇവിടെ ഇല്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ വസ്തുക്കളിൽ നിന്നാണ് സുഖം ലഭിക്കുന്നതെങ്കിൽ വസ്തുക്കൾ കൂടുന്നതനുസരിച്ച് സുഖം കൂടണം, വസ്തുക്കൾ കുറയുന്നതനുസരിച്ച് സുഖം കുറയണം. പക്ഷെ നിദ്രയിൽ ഒരു വസ്തുവും ഇല്ലാതെയാണല്ലോ എല്ലാവർക്കും സുഖം ലഭിക്കുന്നത്, ഉറക്കത്തിൽ, അല്ലേ? അതുകൊണ്ട് വസ്തുക്കളാണോ സുഖം തരുന്നത്? അല്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇന്ദ്രിയ വിഷയങ്ങൾ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുവെന്നും സുഖം നൽകുന്നു എന്നും തെറ്റായി ധരിക്കരുത്. നിങ്ങൾക്ക് വസ്തുക്കളുടെ സ്വരൂപം അറിയില്ല, പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം അറിയില്ല. പരിമിതങ്ങളായ മാംസപിണ്ഡത്തെ കണ്ടുകൊണ്ട് മാംസപിണ്ഡം എൻ്റേതാണ്, ഞാനാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. ഈ മാംസപിണ്ഡത്തിൽ നിന്നും സുഖം വരുന്നു എന്ന് തെറ്റായി ധരിക്കുന്നു. എല്ലാം തെറ്റായ ജ്ഞാനമാണ്. അതുകൊണ്ട് 5-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഋഷഭദേവൻ പറയുകയാണ്, ആത്മാവിൻ്റെ പരമമായ തത്വത്തെ അറിയാൻ ആഗ്രഹമില്ലാതായിരിക്കുന്നുവോ അന്ന് വരെ അവൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? അബോധത്തോടുകൂടി, അറിവില്ലായ്മയോടുകൂടി, വാസനാബദ്ധനായി പ്രയോജനശൂന്യങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കും. ഇപ്പോഴെന്താ വാസന? എൻ്റെ മോന്, എൻ്റെ മോള്, എൻ്റെ വസ്തു. പോകുമ്പോൾ യെസ് ബാങ്കാണോ, സ്വിസ് ബാങ്കാണോ, കാനറ ബാങ്കിലെ അക്കൗണ്ടാണോ, ഏതാണ് കൊണ്ടുപോകാൻ പോകുന്നത്? What are you going to take along with you? No. അപ്പം ഇതിനൊരു ഒരു 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 മോചനം വേണ്ടേ? ചിന്തിക്കുമോ? ഇത് ഏകാന്തത്തിലിരുന്ന് ചിന്തിക്കണം. ശങ്കര ഭഗവത്പാദർ പറയും, ദേഹോഹമിത്യേവ ജഡസ്യ ബുദ്ധി ദേഹേജ ജീവേ വിദുഷസ്ത്വഹംതി വിവേക വിജ്ഞാനവതോ മഹാത്മനോ ബ്രഹ്മാഹമിത്യേവ മതി സദാത്മനി. ദേഹോഹമിത്യേവ ജഡസ്യ ബുദ്ധി. ജഡബുദ്ധികൾ ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇന്ന കുലം, ഇന്ന ഗോത്രം, ഇന്ന രാഷ്ട്രീയക്കാരൻ, ഇന്ന ഇത്, ഈ മാംസപിണ്ഡമേ, ഈ മാംസപിണ്ഡം പ്രവർത്തിക്കുന്നതിന് കാരണമായിട്ടിരിക്കുന്ന ചൈതന്യത്തെ അറിയില്ല. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതിന് കാരണമായിരിക്കുന്ന പ്രാണനെ അറിയില്ല. കാണുന്നുണ്ടോ? ഉള്ളിലെ കാഴ്ന്നു വീക്ഷിച്ചാൽ ഈ ഉടൽ വെള്ളത്തിലെ പതയ്ക്കൊപ്പം. ഇതെന്ന് പറയുന്നത് ആ അദൃശ്യ ചൈതന്യം തന്നെയാണ്. ഉള്ളിലെ കാഴ്ന്നു വീക്ഷിക്കണം.
ഞാനെന്ന ജീവ അഹന്തയിൽ രമിച്ചുകൊണ്ട് എൻ്റേതെന്ന് ഭ്രമിച്ച് മായാമോഹിതരായി സുഖ ദുഃഖ ഉത്കണ്ഠാദി ഭ്രമങ്ങളിൽ പെട്ട് ജീവിതത്തെ നശിപ്പിക്കാൻ തയ്യാറാണോ എൻ്റെ ബന്ധുക്കളെ? ആണോ? ആണോ? തയ്യാറാണോ? വേണ്ട, വേണ്ട, വേണ്ട. അപ്പം ഏകാന്തത്തിലിരുന്ന് ചിന്തിക്കണം, ഭഗവാനേ, ഇനിയും എനിക്ക് സമയം കളയാൻ അല്പം പോലുമില്ല. എത്ര നേരം ഈ ദേഹം നിലനിൽക്കുന്നുവോ, ദേഹം ഞാനല്ല, എൻ്റെ ചിന്ത ഞാനല്ല, എൻ്റെ വാക്കുകൾ ഞാനല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചിന്തയ്ക്ക് കാരണമായിരിക്കുന്ന, ചിന്താരഹിതമായിരിക്കുന്ന ഞാനെന്ന ബോധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഞാനെന്ന ശബ്ദം ഉദയമാകുന്നതിന് ആധാരമായിരിക്കുന്നത് ശബ്ദമല്ല. പ്രഥമ ശബ്ദം എന്താണ്? ഞാനെന്ന ശബ്ദം. അപ്പം ആ ഞാനെന്ന ശബ്ദം ഉദയമാകുന്നതിന് ആധാരമായിരിക്കുന്ന ശബ്ദരഹിതമായിരിക്കുന്ന ബോധമാണ് ഞാൻ. അതുകൊണ്ട് വേദം കൃത്യമായി പറഞ്ഞു തന്നു, അശബ്ദം ബ്രഹ്മ. എന്താ? അശബ്ദം ബ്രഹ്മ. മൗനിയായി ഏകാഗിയായിരുന്ന് ഈ മഹത്തായ തത്വത്തെ ഉപാസിക്കണം, ശ്രദ്ധിക്കണം, ചിന്തിക്കണം, വിശകലനം ചെയ്യണം. ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് ഇനിയും ജീവിതം നയിക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട്, ഹൃദയഗ്രന്ഥി ഭേദനത്തിന് വേണ്ടി നമ്മളുടെ ഉള്ളിൽ പല വാസനകളില്ലേ? വാസനകളില്ലേ? കഷ്ട. ആ വാസന മാറ്റാൻ എന്ത് ചെയ്യണം? ഉണർന്നിരുന്നുകൊണ്ട്. എന്ത് വേണം? ഉണർന്നിരുന്നുകൊണ്ട്, ജാഗ്രത്തിൽ വിവേക വൈരാഗ്യങ്ങളെ ആർജിച്ചുകൊണ്ട് ശമാധി ഷഡ്ക സമ്പത്തി വളർത്തിയെടുക്കാനാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. എങ്ങനെയാണോ നമ്മളുടെ ഉള്ളിൽ സമബുദ്ധി വരുന്നത്, അതിന് ഒരു കാര്യം ചെയ്യൂ. ഹംസേ ഗുരൗ മയി ഭക്ത്യാനുവൃത്യ, ഹംസേ ഗുരൗ മയി ഭക്ത്യാനുവൃത്യ. ഹംസേ ഗുരു, ഹംസതുല്യനായ ഗുരുവില് ഹൃദയ സമ്പൂർണമായ ഭക്തി കൊണ്ട് ശ്രദ്ധയെ നിർത്തുക. ഹംസതുല്യനായ ഗുരു എന്ന് പറഞ്ഞാൽ, ഹംസ എങ്ങനെയാണ് പാലും വെള്ളവും വെച്ചു കൊടുത്താൽ പാല് മാത്രം വേർതിരിക്കുന്നത്? ഹംസതുല്യനായ ഗുരു ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുമ്പോൾ പ്രപഞ്ചത്തെ കാണില്ല, ബ്രഹ്മത്തെ കാണും. എന്താ പറഞ്ഞത്? വ്യക്തികളെ കാണുമ്പോൾ വ്യക്തിയെ കാണില്ല, വ്യക്തി അതീതമായിരിക്കുന്ന തത്വത്തെ കാണും. ശരീരത്തെ കാണുമ്പോൾ ശരീരത്തെ കാണില്ല, അശരീരമായിരിക്കുന്ന ആ അദ്വൈത തേജസ്സിനെ കാണും. ഇത് ഈ ബാഹ്യമായ നേത്രം കൊണ്ടുള്ള ഒരു കാഴ്ചയല്ല. മനസ്സ് അസത്യമാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ, ചിന്ത അസത്യമാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ, എങ്ങനെ മനസ്സിലാക്കാം ഈ ചിന്ത അസത്യമാണെന്ന്? എങ്ങനെ മനസ്സിലാക്കാം? ചിന്ത വസ്തുവാണോ? സമയമില്ലാന്ന് തോന്നുന്നു. ചിന്ത വസ്തുവാണോ? കസേര എന്ന ശബ്ദം കസേരയാണോ? ഞാൻ ചിന്തയാണോ? ചിന്ത വസ്തുവാണോ? ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇതൊക്കെ പറയുന്നത്. ചിന്ത വസ്തുവാണോ? വസ്തുവിൽ ചിന്തയുണ്ടോ? കസേര എന്ന വസ്തുവിൽ കസേര എന്ന ചിന്തയുണ്ടോ? ക്യാമറ എന്ന വസ്തുവിൽ ക്യാമറ എന്ന ശബ്ദമുണ്ടോ? നമ്മൾ കൊടുത്ത ശബ്ദമാണ്, അല്ലേ? അപ്പം ചിന്ത വസ്തുവല്ല. ഇനി ഞാനെന്ന ബോധം ചിന്തയാണോ? അശബ്ദം ബ്രഹ്മാന്നിപ്പം നിങ്ങൾ കേട്ടില്ലേ? ആണോ? അപ്പം ഞാൻ ശബ്ദമല്ല, ഞാൻ അശബ്ദമാണ്. ഞാനെന്ന ചിന്തയ്ക്കും ആധാരമായിരിക്കുന്ന ശബ്ദരഹിതമായിരിക്കുന്ന ബോധമാണ് ഞാൻ, അല്ലേ? അപ്പോൾ ബോധത്തിനും വസ്തുവിനും ഇടയ്ക്ക് എന്താ പറഞ്ഞത്? ബോധത്തിനും വസ്തുവിനും ഇടയ്ക്ക് നമ്മൾ മനസ്സ് സൃഷ്ടിക്കുന്ന മായാ പ്രഹേളികയാണ് ഈ ശബ്ദം. ശബ്ദം കൊണ്ട് നമ്മൾ വസ്തുവിനെ തെറ്റായി ധരിക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദം കൊണ്ട് നമ്മൾ വസ്തുവിനെ തെറ്റായി ധരിക്കുകയാണ് ചെയ്യുന്നത്.
ശബ്ദം വസ്തുവല്ല. ദ എൻറ്റയർ വേൾഡ് ഇസ് എനർജി. ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. E is equal to mc square. And energy can neither be created nor be destroyed. Isn't it? അതല്ലേ സത്യം? അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം ഊർജമാണ് എങ്കിൽ, ശക്തിയാണ് എങ്കിൽ, ശരീരം ശക്തിയാണ് എങ്കിൽ, തോട്ട് എനർജി, സൗണ്ട് എനർജി, എനർജിയാണ് എങ്കിൽ, വാട്ട് ആർ യു പെർസീവിങ്? നിങ്ങളുടെ സംവേദനങ്ങൾ, നിങ്ങളുടെ പെർസെപ്ഷൻ സത്യമാണോ? റിയലാണോ? അല്ല. നിങ്ങൾ കാണുന്ന ലോകം കാണുന്ന രീതിയിൽ അല്ല. നിങ്ങൾ കാണുന്ന ലോകം കാണുന്ന രീതിയിൽ അല്ല. അതുകൊണ്ട് എന്ത് വളർത്താനാണ് പറയുന്നത്? ഹംസേ ഗുരുമയി ഭക്ത്യാനുവൃത്യാ വിതൃഷ്ണയാ. വിശേഷണ ആശയൊന്നും ഇല്ലാതെ. ആഗ്രഹിക്കാൻ അന്യം വേണ്ടേ? അറിയാൻ അന്യമിതില്ലാത്തതിനാൽ, അറിയാൻ അന്യമതില്ലാത്തതിനാൽ അറിവില്ലാത്തവനാണാത്മാ. അറിയാൻ അന്യമതില്ലാത്തതിനാൽ അറിവില്ലാത്തവനാണാത്മാ. എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ പൂർണ്ണാനുഭൂതിയിലെ വരികളാണ് ഞാൻ ചൊല്ലിയത്. അറിയാൻ അന്യമില്ല, ആത്മാവ് പൂർണ്ണമാണ്. എന്താണ്? പൂർണ്ണമാണ്. അതുകൊണ്ട് ഭക്തിയോടുകൂടി ആശയില്ലാതെ ദ്വന്ദ്വ തിതിക്ഷയാച. തിതിക്ഷ ശമം ദമം ഉപരതി ശ്രദ്ധ തിതിക്ഷ സമാധാനം എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഗംഭീരം. എന്താണ് ഈ തിതിക്ഷ എന്ന് പറയുന്നത്? തിതിക്ഷ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ. സർവദുഃഖങ്ങളെയും ചിന്തയോ വിലാപമോ ഇല്ലാതെ, പ്രതികാര ബുദ്ധി ഇല്ലാതെ ഉള്ളിൽ സമചിത്തത പാലിക്കുന്നതാണ് തിതിക്ഷ. പറ്റുമോ? സാധിക്കുമോ? ഒന്ന് ഉത്തരം പറയോ? സാധിക്കണം, സാധിക്കില്ല, പരിശ്രമിക്കാം, എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇത് ഊർജമാണെന്നല്ലേ? നമ്മളുടെ ഉള്ളിൽ കോപം വരുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ? ദുഃഖം വരുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ? അസൂയയോ മത്സരമോ വരുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? ഉണ്ടോ? മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ? പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യുന്നതിനുള്ള അവിവേകമുണ്ടോ? പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യുന്നതിനുള്ള അവിവേകം നിൽക്കുന്നു. അതുകൊണ്ട് വിവേകികളാകൂ. ഏത് സന്ദർഭത്തിലും ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഈസ് നോട്ട് റിക്വയർഡ്. അതുകൊണ്ട് ഇന്നത്തെ മോഡേൺ സയൻസ് പറയും, മോഡേൺ സയൻസ് അല്ല, ഇറ്റ് ഇസ് നമ്മളുടെ ആത്മീയത തന്നെയാണ്. എങ്ങനെയാണ് പറയുന്നത്? യു ജസ്റ്റ് ബി പ്രോ ആക്റ്റീവ്. ഉടനെ പ്രതികരിക്കണ്ട. നിങ്ങൾക്ക് ആരോടെങ്കിലും കോപിക്കാൻ തോന്നുന്നുവെങ്കിൽ ആ കോപം ഒരു 24 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് കോപിച്ചാൽ മതി. വിൽ യു ബി ഏബിൾ ടു ഡു? ഭയങ്കര ചിരി. അതങ്ങ് കോപിച്ച് പോവുകയല്ലേ. അതെങ്ങനെയാണെന്നറിയോ? നമ്മളുടെ ശീലമായി പോയി. എന്തായി പോയി? ശീലമായി പോയി. അപ്പം ശീലത്തെ എങ്ങനെ മാറ്റിയെടുക്കാം? നമുക്ക് ശീലത്തെ മാറ്റിയെടുക്കണം. എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ശീലത്തെ മാറ്റിയെടുക്കാൻ എങ്ങനെ കഴിയും? എങ്ങനെയാണ് ശീലം വളർത്തിക്കൊണ്ട് വന്നത് എന്ന് പഠിക്കണം. എനിത്തിങ് യു ഡു ഡു ഇറ്റ് ബൈ റിപ്പീറ്റഡ്ലി ഡൂയിങ് ഇറ്റ്, ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. എങ്ങനെയാണ് ഹാബിറ്റ് വരുന്നത്? ബൈ റിപ്പീറ്റഡ്ലി ഡൂയിങ് ഇറ്റ്. ആവർത്തിച്ച് ചെയ്യുന്നത് വഴി അതൊരു ഹാബിറ്റായി മാറുന്നു, അല്ലേ? അപ്പം നമ്മൾ ആവർത്തിച്ച് പരിശീലിക്കണം. അതുകൊണ്ടാ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുത്തു. അർജുനൻ പറഞ്ഞു, ഈ മനസ്സിനെ അടുക്കുക അത്ര എളുപ്പമൊന്നുമല്ല ഭഗവാനെ. വായുവിനെ പിടിച്ചു കെട്ടുന്നതിനേക്കാൾ ദുഷ്കരമാണെന്നേ. ഓ, സാധ്യമൊന്നുമല്ല. ആ അർജുന, നീ പറഞ്ഞത് സത്യമാ, അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ എടാ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്നറിയോ? നീ മഹാബാഹുവാണ്, നീ ശക്തനാണ്, കരുത്തനാണ്. അഭ്യാസേനത് കൗന്ദേയ, കുന്തിപുത്ര, അഭ്യാസം കൊണ്ട് സാധിക്കും, വൈരാഗ്യം കൊണ്ട് സാധിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമോ? അഭ്യസിക്കുമോ?
മനസ്സിലാകുന്നില്ലേ? അപ്പൊ അഭ്യസിക്കണം നമ്മൾ. അഭ്യസിച്ച് വേണ്ട, ഇന്ന് മുതൽ ഞാൻ ദുഃഖിക്കില്ല. ദുഃഖം വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ബെനിഫിഷ്യൽ ഫോർ മീ, നെയ്തർ ഫോർ മീ നോർ ഫോർ അതേഴ്സ്. എനിക്കോ മറ്റുള്ളവർക്കോ പ്രയോജനമില്ല. അസൂയയുടെ ലെവലേശ ഉള്ളിൽ കടന്നുകൂടരുത്. വെറുപ്പെന്ന വികാരം ആരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അനുവദിക്കില്ല. കാരണം സർവം ബ്രഹ്മമയം. ഭാഗവത മാഹാത്മ്യ കീർത്തനം ഒക്കെ ഇരുന്ന് ചൊല്ലും, കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവൻ മയമെന്നോർക്ക സമസ്തം. പുഷ്പം പടത്തിന് അല്ലേ? പുഷ്പം എടുത്ത് നമ്മൾ ചിത്രത്തിൽ അർപ്പിക്കും. നമ്മളോടാണ് നമ്മൾ പറയേണ്ടത്. കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവൻ മയമെന്നോർക്ക സമസ്തം. അങ്ങനെ നമ്മളുടെ ഉള്ളിൽ നിന്ന് അഷ്ടരാഗങ്ങളെ മാറ്റി എന്നേക്കുമായി ഒഴിവാക്കുന്നതിന് ഇന്ന് ഈ പവിത്രമായ ക്ഷേത്ര സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരു ദൃഢനിശ്ചയമെടുക്കാം. സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന അദ്വൈതാത്മാവേ, ശ്രീകൃഷ്ണ പരമാത്മാവേ, പരംപൊരുളേ, ആ ഹൃദയ ചൈതന്യമായിരിക്കുന്ന നിരാമയ ബോധമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ ഉള്ളിൽ അഷ്ടരാഗങ്ങളുടെ അണുകിട പോലും കടന്നു വരാൻ അനുവദിക്കരുത്. നീയാണ് സർവ്വതും, നീയാണ് പൂർണ്ണവുമായിരിക്കുന്ന ചൈതന്യമെന്ന് എനിക്ക് സത്രവേദിയിൽ നിന്ന് ശ്രവണം ചെയ്യാൻ കഴിഞ്ഞു. അഖണ്ഡാദ്വയ ബോധമേ, എൻ്റെ ഇന്ദ്രിയങ്ങൾ നിസാരങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി പരക്കം പായരുത്. ക്ഷണികവും നശ്വരവുമായിരിക്കുന്ന ഇന്ദ്രിയ സുഖഭോഗങ്ങൾ സത്യമെന്ന് ഞാൻ നനച്ചുകൊണ്ട് മായാവശകനായി ജീവിതം തുടരുന്നു. ഭഗവാനേ, ശ്രീകൃഷ്ണ, അദ്വയാനന്ദ ബോധമേ, എന്നിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വസ്തുസത്തയായിരിക്കുന്ന നിരാമയ ചൈതന്യമേ, ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ശരിയായ പ്രേരണ നൽകൂ. വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന ആ അനാമയ പ്രഭയായിരിക്കുന്ന നിത്യസത്യമേ, എൻ്റെ വാക്കുകൾ നിന്റെ നാമങ്ങളായി തീരണമെന്ന് ഞാൻ ജപിക്കുക മാത്രമല്ല, അങ്ങനെ ഭവിക്കണമേ. എൻ്റെ ഉപദേശസാരങ്ങളേതും ആർക്കും പ്രയോജകീഭവിക്കുന്നതാകണമേ. എൻ്റെ ചെയ്തികളൊന്നും അങ്ങയുടെ പൂജയായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതല്ല. മനസാ വാച കർമ്മണ ഞാൻ അനുഷ്ഠിക്കുന്നതെന്തും സച്ചിദാനന്ദ സ്വരൂപ സർവചരാചരങ്ങൾക്കും സേവയായി ഭവിക്കണമേ. ആ സേവാബോധം, ആ ഭക്തിഭാവന എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അഷ്ടരാഗങ്ങൾ കലരില്ല. അഷ്ടരാഗങ്ങൾ കലരാതെ നമുക്ക് ജീവിതം നയിക്കാൻ കഴിയുമോ? കഴിയില്ലയോ? കഴിയുമോ? നമ്മാൽ കഴിയുമോ? ഭഗവാനാൽ കഴിയുമോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളെ വികലതയില്ലാതെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് ലയിപ്പിക്കുന്ന അദൃശ്യ ശക്തി വൈഭവത്തിന് അസാധ്യമായിട്ടുള്ളത് എന്താണ്? നമുക്ക് ആ ആത്മാനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കുന്നതിന് അന്തരാത്മാവായി ഉള്ളിലുണ്ട്. നമ്മൾ നോക്കാൻ തയ്യാറല്ല, അത്രയേ ഉള്ളൂ, അല്ലേ? നമ്മൾ നോക്കാൻ തയ്യാറല്ല. ഇനിയും അരനിമിഷം പോലും കളയാതെ നമ്മളുടെ ജീവിതത്തെ ശ്രേഷ്ഠതരമാക്കി തീർക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. അതിന് കൃത്യമായ ഒരു ജീവിതചര്യ ഉണ്ടാക്കിയെടുക്കണം. കൃത്യമായ ഒരു ജീവിതചര്യ ഉണ്ടാക്കിയെടുക്കണം. ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ദിവസത്തെ ചര്യ, ഇവിടെ ദിനചര്യയൊക്കെ വരുന്നുണ്ട്. എപ്പോഴാണ് ഭഗവാൻ എഴുന്നേൽക്കുന്നത്? ബ്രാഹ്മേ മുഹൂർത്തേ ഉത്ഥായ വാരി ഉപസ്പൃശ്യ, അല്ലേ? കൈയും കാലും ഒക്കെ കഴുകിയിട്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തമസപരമാത്മാനം ദധ്യാത്, ഇന്ദ്രിയങ്ങളെ ഒക്കെ ആത്മസംസ്ഥമാക്കി, അന്ധകരണങ്ങളെ ആത്മസംസ്ഥമാക്കി ആ ആത്മാനുസന്ധാനത്തിൽ ഭഗവാൻ ഏർപ്പെട്ടിരുന്നു. ഇരിക്കണ്ടേ? അതിപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്നത് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കാനാണ് താല്പര്യം. അതുപോലെ തന്നെ ലേറ്റായിട്ട് എഴുന്നേക്കാനും. അങ്ങനെയല്ല. നമ്മളുടെ ഭാരതീയ ദർശനം പറയുന്നത് പോലെ തന്നെ early to bed and early to wake up makes the man healthy, wealthy and wise. ഒരാൾക്ക്
ആരോഗ്യവും ധനവും ബുദ്ധിയും ഒക്കെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നേരത്തെ തന്നെ എഴുന്നേൽക്കണം. കാരണം നമ്മളുടെ ഈ ശരീരത്തിൻ്റെ ഘടന അങ്ങനെയാണ്. ബൈ 8 o'clock in the evening നമ്മളുടെ ബോഡി ഒരു മെലാനിൻ ഹോർമോൺ പുറപ്പെടുവിക്കും. ആ മെലാനിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകാനുള്ളതാണ്. അപ്പം നമ്മളുടെ ഉറക്കത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ ആ ഹോർമോൺ ബോഡി പുറപ്പെടുവിക്കുകയും ചെയ്യും. നമ്മളുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഓൾ ദ സിസ്റ്റംസ് വിൽ ബിക്കം ടോപ്സി-ടർവി. അതെല്ലാം കൊഴാമറിയും. അത് കൊഴാമറിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഹെൽത്ത് പോകും. അതേസമയം ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ ലോകം വ്യവഹാരത്തിൻ്റെ ഇന്ദ്രിയ പ്രക്ഷുബ്ധതയുടെ ആ വികലമായ ഭാവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ, ക്രമപ്പെടുത്തിയാൽ അത് വളരെയേറെ പ്രയോജനം ചെയ്യും. അതങ്ങനെ എഴുന്നേൽക്കുന്നത് ശീലമല്ലല്ലോ, അല്ലേ? ശീലമാക്കണം. അങ്ങനെ ശീലമാക്കിയാൽ രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് നേരത്തെ ഉറക്കം വരും. അതുപോലെ തന്നെ പ്രഭാതത്തിലും അങ്ങനെയാണ്. പ്രഭാതത്തിൽ സൂര്യൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ, ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ നമ്മളുടെ ഹോർമോൺസ് സിറോട്ടോണിനും എപ്പിനെഫ്രിനും ഒക്കെ ആ ടൈമിൽ സെക്രറ്റ് ചെയ്യും. ശരീരത്തിൻ്റെ ഘടന പ്രകൃതിക്ക് അനുസരിച്ച് അങ്ങനെയാണ്. അല്ല, അത് കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോൺസ് വരും. നാച്ചുറലി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യം പോകും, സ്ട്രെസ് കൂടും, മനസ്സ് ദുർബലമാകും. സമയം അതിക്രമിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു നമ്മൾ എന്ത് കഠിന പ്രയത്നം ചെയ്തും, എന്ത് അത്യധ്വാനം ചെയ്തും, എന്ത് കഷ്ടതകളെ സഹിച്ചും നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ലക്ഷ്യമുണ്ടായിരിക്കണം. 1-ാമത്തെ ശ്ലോകത്തിൽ അതാണ് ഋഷഭദേവൻ നമ്മളോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഋഷഭദേവൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? കൃമികീടങ്ങളെപ്പോലെ നികൃഷ്ടങ്ങളായ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല ഈ ശ്രേഷ്ഠമായ മനുഷ്യദേഹം. ആണോ? അല്ല, അതിനുള്ളതല്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതം ആ സച്ചിദാനന്ദ സ്വരൂപത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. മനസാ വാച കർമ്മണ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ളതാണ്. ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല എന്ന് നമ്മൾ ബോധിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കണം. അങ്ങനെ ഋഷഭൻ ഈ ഉപദേശമൊക്കെ കൊടുത്തിട്ട് ഭരതനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അവധൂത വൃത്തിയെ കൈക്കൊണ്ടു. അവധൂതൻ അദ്ദേഹം ഇങ്ങനെ എവിടെയും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ചിലപ്പോൾ തൻ്റെ വസ്ത്രം ദിഗംബരനായി സഞ്ചരിച്ചു. മലമൂത്രാദികൾ എപ്പോൾ പോകണം, എവിടെ പോകണം, എങ്ങനെ പോകണമെന്നില്ല. അജഗര വൃത്തി പോലെ ഭക്ഷണം എടുത്തു. ചിലപ്പോൾ ഭക്ഷണം അങ്ങനെ കഴിച്ചു. തൻ്റെ ജടയിൽ പക്ഷികൾ വന്ന് കൂടുകൂട്ടിയത് അദ്ദേഹം അറിഞ്ഞില്ല. സ്വശരീരത്തെ വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഋഷഭൻ്റെ സഞ്ചാരം മലമൂത്രാദികൾക്ക് സുഗന്ധമായിരുന്നു എന്നാണ് പറയുന്നത്. കേട്ടാൽ അത്ഭുതം തോന്നും. അത്ഭുതപ്പെടേണ്ട. ഒരു മഹാത്മാവിനെ, ഒരു സത്യദർശിയെ, ഒരു സത്യസ്വരൂപനെ ആർക്കും കണ്ടാൽ മനസ്സിലാകില്ല. വായുക്കൾ പോലെ വളരുന്ന ശിശുക്കൾ പോലെ, പേയെന്ന പോലെ പടുപാമരൻ എന്ന പോലെ, വായുക്കൾ പോലെ വളരുന്ന ശിശുക്കൾ പോലെ, പേയെന്ന പോലെ പടുപാമരനെന്ന പോലെ, മായങ്ങളറ്റ് മതിയറ്റ അഭിമാനമറ്റ് ഒരായാസമറ്റിഹ നടന്നിടും ആത്മയോഗി. ചിലപ്പോൾ വായുക്കളെ പോലെ ആര് പിടിച്ചാലും കിട്ടത്തില്ല, ഒന്നിനോടും ഒട്ടത്തില്ല, എന്നാൽ എല്ലായിടത്തും ഉണ്ട്. വായുക്കൾ പോലെ വളരുന്ന ശിശുക്കൾ പോലെ കുസൃതിയൊക്കെ കാണിക്കാം, കൊച്ചുകുട്ടികളെ പോലെ ഇടപെടും. പേയെന്ന പോലെ, ചിലപ്പോൾ ഭ്രാന്തനെ പോലെ, പടുപാമരനെന്ന പോലെ, അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിക്കുന്ന അവധൂത വൃത്തി. ആശാപാശങ്ങൾ അറ്റ് വാസന ക്ഷയിച്ച്
ധൂളി പോലെ ആകാശാദി പ്രപഞ്ചത്തെ കണ്ട് തത്വസ്വരൂപമായി വിരാജിക്കുന്നവനാണ് അവധൂതൻ. അതുകൊണ്ട് നമ്മൾ ഒരു ദൃഢനിശ്ചയം എടുക്കുക. മനുഷ്യ ജന്മ ലക്ഷ്യം, വരുന്ന ഒരു വർഷം ഞാൻ എന്ത് ചെയ്യും, അടുത്ത ഒരു വർഷം ഞാൻ എന്ത് ചെയ്യും, 5 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും. പ്ലീസ് മേക്ക് എ വിഷൻ ഓഫ് യുവർ ലൈഫ്. നോ പ്രോബ്ലം. നിങ്ങളുടെ ജീവിതത്തിനൊരു വിഷൻ, അതായത് ആസ്പിറേഷണൽ ഇമേജ് ഓഫ് യുവർ ഫ്യൂച്ചർ. ഭാവിയുണ്ടോ ഭൂതമുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. ഇപ്പം നിങ്ങൾ സാധകരായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സാധകരല്ലേ, ഗൃഹസ്ഥാശ്രമികളല്ലേ, അതിൻ്റെ നൂലാമാലകളിലൊക്കെ പെട്ടിരിക്കുകയല്ലേ. അപ്പം നിങ്ങൾ ഈ ആത്മധ്യാന നിരതമായി നയിക്കുന്ന ഒരു ജീവിതത്തെ നല്ല കൃത്യതയോടുകൂടി സ്പഷ്ടമായിട്ട് വിഭാവന ചെയ്യൂ. ആസ്പിറേഷണൽ ഇമേജ് ഓഫ് യുവർ ഫ്യൂച്ചർ, ഡോണ്ട് മേക്ക് ഇറ്റ് ഫോർ ടുമോറോ. നാളത്തേക്ക് വെക്കണ്ട, നൗ ഇറ്റ് സെൽഫ്, ഇപ്പോൾ തന്നെ അല്ലേ. എന്നിട്ട് അതിന് സ്പെസിഫിക് ഗോൾസ്, അതിന് ഓരോ എങ്ങനെയായിരിക്കണം എന്ന് ആയിരിക്കണം. അതിനൊരു നിമോണിക് ഡിവൈസ് പറഞ്ഞാൽ സ്മാർട്ട്. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എസ് ഫോർ സ്പെസിഫിക്, എം ഫോർ മെഷറബിൾ, എ ഫോർ അറ്റൈനബിൾ, ആർ ഫോർ റെലവൻറ്റ്, ടി ഫോർ ടൈം ബൗണ്ട്. സമയമില്ല. എന്തായാലും സ്പെസിഫിക് ആയിട്ടൊരു ഗോൾ, ഇത്ര സമയം കൊണ്ട് ഇത്ര ജപം ചെയ്യും, ഇത്ര അനുഷ്ഠാനം ചെയ്യും, വിദ്യാർത്ഥികളാണ് ഇങ്ങനെ വിദ്യ അഭ്യസിക്കും, ഇത്ര വേദാധ്യയനം ചെയ്യും, അല്ലേ. മെഷറബിൾ ഗോൾസ്, അറ്റൈനബിൾ ഗോൾസ്, റെലവൻറ്റ് ഗോൾസ്, ടൈം ബൗണ്ട് ഗോൾസ്. ബട്ട് കാലാതീതമായ സത്യത്തെ കാലം കൊണ്ട് ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. സ്നേഹസ്വരൂപികളായ എൻ്റെ ബന്ധുക്കളോട് ഒരു ശ്ലോകം കൂടി പറഞ്ഞുകൊണ്ട് സമയം ആയിരിക്കുന്നതിനാൽ നിർത്താം. അലമല മഴലിത് ചലനില നിഴലിത് പല നില പടമതിലധ്യസ്ഥം. അലമല മഴലിത്, അലമല മഴലിത് ചലനില നിഴലിത് പല നില പടമതിലധ്യസ്ഥം. അലയരുതലകളിൽ, അലയരുതലകളിൽ അവികലതലമിത് ഉലക് പൊലിഞ്ഞിളകാത്ത നില. അലയരുതലകളിൽ അവികലതലമിത് ഉലക് പൊലിഞ്ഞിളകാത്ത നില. എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ പൂർണ്ണാനുഭൂതി എന്ന ഗ്രന്ഥത്തിലെ ശ്ലോകമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇതുപോലെ ഗുരുനാഥൻ്റെ അനേകം ഗ്രന്ഥങ്ങൾ, അഖണ്ഡാനുഭൂതി എന്ന 7 വോളിയംസ് അടങ്ങിയ പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. പൂർണ്ണാനുഭൂതി, ധ്യാന പൗർണമി, പ്രബോധ പ്രചുരിമ, അദ്വയാനുഭൂതി, മൗനാനുഭൂതി തുടങ്ങി വളരെയധികം ഗ്രന്ഥങ്ങളുണ്ട്. പൂർണ്ണാനുഭൂതിയിലെ ഒരു വരിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംവദിച്ചത്, ഉദ്ധരിച്ചത്. അലം അലം അഴലിത് മതി മതി ദുഃഖം മതി. അലം അലം എന്ന് പറഞ്ഞാൽ മതി മതി. അലം അലം അഴലിത് ചലനില നിഴലിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഴലുകളാണ്. നിഴലുകളാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ റെറ്റിനയിൽ പതിയുന്നത് അൺറിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ്. എന്താണ്? അൺറിയൽ ഇൻവേർട്ടഡ് ഇമേജ്. ആ അൺറിയൽ ഇൻവേർട്ടഡ് ഇമേജിനെ സത്യമെന്ന് ധരിച്ച് ബ്രെയിൻ വിഷ്വൽ ഏരിയയിൽ നിന്ന് തരുന്ന ഇൻഫർമേഷൻ സത്യമെന്ന് ധരിച്ച് വ്യവഹരിച്ചു കൊണ്ടിരിക്കുക. അലം അലം അഴലിത് ചലനില നിഴലിത് പല നില പടമതിൽ അധ്യസ്ഥം. നമ്മൾ തുടക്കത്തിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ആ ചിത്രത്തെ ഒന്ന് കാണിച്ചില്ലേ, അല്ലേ? അതിങ്ങനെ ചിത്രഗുപ്തന് വേണ്ടി ഇങ്ങനെ നമ്മൾ വാസനയായി ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുക. അതോ അധ്യസ്ഥം സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പൂർണ്ണബോധത്തിൽ നിങ്ങൾ ആരോപിച്ചിരിക്കുന്നതാണ്. ഈ ആരോപിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം കയ്യിൽ കിടക്കുന്ന സ്വർണ്ണവള, കയ്യിൽ കിടക്കുന്ന സ്വർണ്ണ വള വള അല്ലേ, അതിനകത്ത് വള എടുത്തിട്ട് ആ സ്വർണ്ണം ഇങ്ങനെ തരാമോ? ആ വളയങ്ങ് എടുത്തോളൂ, സ്വർണ്ണം തരൂ. പേടിയായി പോയി തോന്നുന്നു. അല്ല, അപ്പോൾ പറഞ്ഞത് വള എന്ന ശബ്ദം അതിൽ ആരോപിച്ചിരിക്കുന്നതാണ്. എന്തേ ഉള്ളൂ? സ്വർണമേ ഉള്ളൂ. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ ശബ്ദത്തെ അധ്യസിച്ചിട്ട് നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. പല നില പടമതിൽ അധ്യസ്ഥം അലയരുത് അലകളിൽ അവികല തലമിത്. എൻ്റെ കുഞ്ഞേ, നിന്റെ സ്വരൂപം വികലതയില്ലാത്ത ഉണ്മയാണ്.
നീ ബോധമാണ്, ശുദ്ധമായിരിക്കുന്ന ആനന്ദമാണ്, നീ നിത്യനിരാമയമായിരിക്കുന്ന നിർമ്മല ചൈതന്യമാണ്, നീ ദുഃഖിക്കാനുള്ളവനല്ല എന്നാണ് കൃഷ്ണനും പറഞ്ഞത്. തുടക്കത്തിൽ പറഞ്ഞു അശോച്യാൻ എന്ന് തുടങ്ങി മാ ശുച, ദുഃഖിക്കരുത് എന്ന് പറഞ്ഞതുപോലെ ഈ അഖില ഭാരത ഭാഗവത സത്രവേദിയിൽ ഋഷഭൻ ജനിച്ച് ഋഷഭൻ അവധൂത വൃത്തിയെ തുടർന്ന് അങ്ങനെ തൻ്റെ ശരീരത്യാഗം പോലും മഹത്തായി കാട്ടിക്കൊണ്ട്, എത്ര ഗംഭീരമായിട്ടാണ് അല്ലേ, ഇത്ര ഗംഭീരമായിട്ട് അവധൂത വൃത്തിയിൽ കഴിയുന്ന രാജാവും ഋഷിയുമായി വിരാജിച്ച ആ ഋഷഭനെ കണ്ടുകൊണ്ട്, ആ ഋഷഭദേവനെ ഭഗവാനായി കണ്ട് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച്, ഉപദേശസാരത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ധന്യധന്യമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അഖില ഭാരത ഭാഗവത സത്രവേദി പോലെ ഏറ്റവും മഹത്തായ ഒരാധ്യാത്മിക സഭ കേരളത്തിലില്ല എന്നുള്ള ഒരു തൃപ്തിയോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടു കൂടി ഇതിന് ഭാഗഭാക്കായി പ്രവർത്തിക്കുന്ന നാരായണസ്വാമിയും അതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തകരും ഭഗവാനാൽ തന്നെ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, സത്രം എവിടെ നടന്നാലും നിങ്ങൾക്ക് അവിടെ പോയി ഭാഗഭാക്കാകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭഗവാന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്ന ഈ വാക്കുകൾ എൻ്റെ ഗുരുനാഥൻ, അദ്വയ സത്യസ്വരൂപമായ ഗുരുനാഥൻ്റെ തൃച്ചേവടികളിൽ പൂജാ മലരുകളായി അർപ്പിച്ചുകൊള്ളുന്നു.